السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഈ സംസാരം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, നിർഭയത്വം തൗഹീദിലൂടെ എന്ന തലവാചകത്തിൽ ഊന്നി നിന്നുകൊണ്ട് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നടത്തിവരുന്ന ക്യാമ്പയിനിൻ്റെ പ്രഭാഷണ പരിപാടികളുടെ ഭാഗമായിട്ടാണ് ഇൻഷാ അല്ലാഹ് ഇന്നും നാളെയും ഈ പ്രദേശത്ത് ഇത്തരം പരിപാടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇന്ന് പരിപൂർണമായും പ്രഭാഷണമാണ്. നാളെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കൊക്കെ നേരിട്ട് വന്ന് സംശയങ്ങൾ ചോദിക്കാനും അന്വേഷിക്കാനും ഉള്ള അവസരത്തോടു കൂടിയ ഒരു പരിപാടിയാണ് ഇതേ സന്ദർഭത്തിൽ ഇതേ സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ സംസാരം കേൾക്കുന്ന എല്ലാ സഹോദരങ്ങളെയും ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ലക്ഷ്യത്തിന് അനുഗുണമായ രൂപത്തിൽ നിങ്ങൾ ഈ സംസാരം കേൾക്കണമെന്നും നിങ്ങൾക്ക് ഇന്ന് പറയുന്നതും ഈ പ്രസ്ഥാനം പ്രതിനിധീകരിക്കുന്ന ഏത് വിഷയത്തെ സംബന്ധിച്ചുമുള്ള ആശങ്കകളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ അത് നേരിട്ട് തീർക്കാവുന്ന ഒരു അവസരമായിക്കൊണ്ട് ഈ ഒരു അവസരത്തെ, ഈ ഒരു പരിപാടിയെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്നും പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം, അതല്ലെങ്കിൽ ഇന്ന് വരെയുള്ള കുറഞ്ഞ ദിവസങ്ങൾ ഇലക്ഷന് ശേഷം നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കാത്തിരിക്കുന്ന ഒരു അവസരത്തിൽ കൂടിയാണ് നമ്മൾ ഉള്ളത്. മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം അതിൽ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് അല്ലാഹുമ്മ ലാ തുസല്ലിത് അലൈനാ മല്ലം യർഹംനാ, നമ്മളോട് കരുണ കാണിക്കാത്ത, പ്രജകളോട് കാരുണ്യത്തിൽ പെരുമാറാത്ത ഒരു വിഭാഗത്തെ ഞങ്ങളുടെ അധികാരത്തിലേക്ക് എത്തിക്കല്ലേ എന്നതാണ് വിശ്വാസികളെ സംബന്ധിച്ച് ഉള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥനയിലായിരിക്കെ തന്നെ അത് നമുക്കൊരു മുഖ്യ വിഷയമാണ് എന്നിരിക്കെ തന്നെ അതിൻ്റേതായ പ്രാധാന്യത്തോടെ അത്തരം വിഷയങ്ങളിൽ
വേണ്ടവണ്ണം വേണ്ട സമയത്ത് പ്രാധാന്യത്തോടെ നമ്മൾ ഇടപെടുന്നു എന്നതോടൊപ്പം തന്നെ അതിനേക്കാൾ ഉപരി ഇന്ന് നാം മരണപ്പെട്ടാലും നമ്മുടെ ജീവിതത്തിൽ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തെ സംബന്ധിച്ചാണ് ഈ ഒരു വേദിയിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ചില ആളുകൾക്കെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുള്ള ആശങ്കയാണ് ഇത്രയും കേരളക്കര ആവേശത്തോടുകൂടി ആശങ്കയോടുകൂടി നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ഭാവിയെക്കുറിച്ച് വ്യാകുലപ്പെടുന്ന ഈ സന്ദർഭത്തിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതിന് പകരം, അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പങ്കുവെക്കേണ്ടതിന് പകരം ഈ വേദികൾ ഉപയോഗപ്പെടുത്തി വീണ്ടും ഇസ്ലാമിൻ്റെ ചില വിഷയങ്ങളാണോ നിങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്ന ഒരു ആശങ്കയുണ്ടാവാം. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു വിശ്വാസിക്കും, ഏത് മതത്തിലുള്ള വിശ്വാസിക്കും അയാളുടെ വിശ്വാസം കഴിഞ്ഞിട്ടേ മറ്റൊന്നുള്ളൂ. ആ വിശ്വാസത്തെ സംരക്ഷിക്കാനാണ് മതേതര ഇന്ത്യയിൽ നമ്മളൊക്കെ ജീവിക്കുന്നതും അനുയോജ്യരായ ഭരണകർത്താക്കളെ വിജയിപ്പിക്കാൻ വോട്ട് ചെയ്യുന്നതുമൊക്കെ. അപ്പൊ സ്വാഭാവികമാണ് നമ്മുടെ മതം ചർച്ച ചെയ്യാത്ത ഒരു മതേതരത്വം, നമ്മുടെ മതത്തെക്കുറിച്ച് സംസാരിക്കാത്ത, അതിൻ്റെ ആശങ്കകളെക്കുറിച്ച് പറയാത്ത ഒരു മതവിശ്വാസി എന്നത് തികഞ്ഞ കപടനായിരിക്കും. നമ്മൾ കപടന്മാരിൽ ഉൾപ്പെടാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ തീർച്ചയായും നമ്മുടെ മതത്തെക്കുറിച്ച് സംസാരിക്കും. അതൊരു വർഗീയതയുടെ പേരിലല്ല, മറിച്ച് മതത്തിനോടുള്ള ആത്മാർത്ഥത കൊണ്ടാണ്. അങ്ങനെ ആത്മാർത്ഥതയുള്ള മതസ്നേഹിയും മതത്തിൻ്റെ ആളുകളും ഉണ്ടാകുമ്പോഴാണ് രാജ്യം നിർഭയത്വത്തിലേക്ക് എത്തുക. പരസ്പരം പാരവെക്കാതിരിക്കുക, ഒളിയുദ്ധങ്ങൾക്കും ചാവേറുകൾക്കും അവർ കടന്നു വരാതിരിക്കുക. അവിടെയാണ് നമ്മൾ നിങ്ങളോട് മുന്നോട്ട് വെക്കുന്ന പ്രമേയം നിർഭയത്വം തൗഹീദിലൂടെ എന്ന വാചകത്തിലുള്ളത്. ആളുകൾ സമാധാനം അന്വേഷിച്ച് സമാധാനത്തിനു വേണ്ടി അലയുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കഴിഞ്ഞു പോകുന്നത്. മക്കളെക്കുറിച്ച് മാതാപിതാക്കൾക്ക് ആശ്വാസമില്ല, പ്രജകളെക്കുറിച്ച് ഭരണാധികാരികൾക്ക് ഭയമാണ്, ഭരണാധികാരികളെക്കുറിച്ച് പ്രജകൾക്ക് ഭയമാണ്, അണികളെക്കുറിച്ച് നേതാക്കന്മാർക്ക് പേടിയാണ്, നേതാക്കന്മാരെക്കുറിച്ച് അണികൾക്ക് പേടിയാണ്, നേതാക്കന്മാർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പേടിയാണ്, വീട്ടിൽ ഭാര്യയ്ക്ക് ഭർത്താവിനെ പേടി, തിരിച്ച് ഭർത്താവിനെ ഭാര്യയെ പേടി, മക്കളെ പേടി, കുടുംബത്തെ പേടി. ആ പേടിയൊക്കെ പ്രത്യേകിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്, നമുക്ക് പാമ്പിനെ പേടിയുണ്ട്, നായയെ പേടിയുണ്ട്. ആ നായയെ പേടിക്കുന്ന പേടിയല്ല ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനെ കുറിച്ച് കിടന്നുറങ്ങുമ്പോൾ ഉള്ളത്. മക്കളെക്കുറിച്ച് മാതാപിതാക്കൾക്കുള്ള ഭയം, നമുക്ക് നായയെ പേടിയുണ്ട്, പാമ്പിനെ പേടിയുണ്ട്, വിഷജന്തുക്കളെ പേടിയുണ്ട് എന്ന് പറയുമ്പോഴുള്ള പേടിയല്ല എന്ന് നമുക്കറിയാം. മറിച്ച് എൻ്റെ മകൻ്റെ ഭാവി എന്താണ്, എൻ്റെ മകളുടെ ഭാവി എന്താണ്, അവളുടെ ഈ അനുസരണഘട്ട ജീവിതം എവിടെയാണ് എത്തിച്ചേരാനിരിക്കുന്നത്, യാതൊന്നും പറഞ്ഞാൽ അനുസരിക്കാത്ത രൂപത്തിലേക്ക് എൻ്റെ കുഞ്ഞ് വളരുന്നുണ്ട്, അവളെ കൺട്രോൾ ചെയ്യുന്ന മറ്റെന്തൊക്കെയോ ഘടകങ്ങളുണ്ട്, വ്യക്തികളുണ്ട്, കൂട്ടുകാരുണ്ട്, ഞാൻ പറഞ്ഞത് കേൾക്കുന്നില്ല, എന്നെ അനുസരിക്കുന്നില്ല. മാതാപിതാക്കൾ അതാ അധ്യാപകന്മാരോട് പരാതിപ്പെടുന്നു, ഒരു വേള പോലീസിന്റെ അടുത്ത് പോയി പോലും പരാതിപ്പെടുന്നു, കുടുംബത്തിലെ കാരണവന്മാരോടൊക്കെ പരാതിപ്പെടുന്നു. ആരെക്കുറിച്ചാ പറയുന്നത്? ഞാൻ നൊന്ത് പ്രസവിച്ച മകളെക്കുറിച്ച്, താൻ നൊന്ത് പ്രസവിച്ച വളർത്തിയെടുത്ത മകനെക്കുറിച്ച് പരാതി പറയേണ്ടി വരുന്നു. എന്ന് പറഞ്ഞാൽ ഈ മാതാവ് പറഞ്ഞിട്ട് അനുസരിക്കുന്ന ഒരു കൺട്രോളിലല്ല ഇപ്പോൾ അവനുള്ളത്. ഈ പിതാവ് പറയുന്ന വാക്കെടുക്കാവുന്ന ഒരു സാഹചര്യത്തിലില്ല അവനുള്ളത്. ഇത് ഒരു മേഖല മാത്ര. ഇങ്ങനെ സമാധാനമില്ല, ചുരുക്കി പറഞ്ഞ സമാധാനമില്ല. മക്കളെ പേടിയാണ് എന്നർത്ഥം. അത് ഞാൻ പറഞ്ഞല്ലോ, പാമ്പിനെ പേടിയാണ് എന്ന പേടിയല്ല നമുക്കറിയാം. ആ പാമ്പിനെ കുറിച്ചുള്ള പേടി, അതിന് ചില പരിഹാരമൊക്കെ ഉണ്ട്. ജനാലടച്ച സേഫാണ്, ഇത് ജനലടച്ച വാതിലടച്ച വീടിന്റെ ഉള്ളിലാണ് ഈ മോനെക്കുറിച്ച് ഉമ്മക്ക് പേടി. അവിടെയാണ് ആളുകൾ സമാധാനം അന്വേഷിക്കുന്നു എന്ന വസ്തുത തെളിയുന്നത്.
ഏതാ ഈ ആളുകൾ? അത് കുടുംബത്തിലുണ്ട്, കുടുംബത്തിന്റെ പുറത്തുണ്ട്, വീടിന്റെ ഉള്ളിലുമുണ്ട്, വീടിന്റെ പുറത്തുണ്ട്, നാട്ടിലുണ്ട്, ജോലിസ്ഥലത്തുണ്ട്. താൻ ആരുടെ കൂടെ സഞ്ചരിക്കുമ്പോഴും അവനെ കുറിച്ച് ഒരു ഭാഗത്ത് വിശ്വാസമാണെങ്കിൽ ഒരു ഭാഗത്ത് എന്തൊക്കെയോ ഒരു ആശങ്കയാണ്, ഓനിന്റെ കാലുവാരോ. ഒരു ബിസിനസ്സിൽ ഒരാളെ കൂടെ പാർട്ട്ണർഷിപ്പ് ചേർന്നാൽ പോലും വേറെ കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഓഹരി വിപണി ഇടിയുന്നു നമ്മൾ കേൾക്കും. എപ്പോഴാണ് ഈ ഓഹരി വിപണി ഇടിയുന്നത്? വിശ്വാസക്കുറവാണ്. കാര്യങ്ങൾ പിടുത്തം വിടുന്നു തോന്നിയ അപ്പം വലിക്കും. ഇവൻ വലിക്കുന്നുള്ളിൽ ഇവർക്കും ഉറപ്പില്ല, ഇവൻ ഞങ്ങളെ കൂടെ നിൽക്കുവെന്നുള്ളിൽ കൂടെ കൂടി ഒരാൾക്കും ഉറപ്പില്ലാതെ വരുമ്പം അവനാന്റെ തടി കഴിച്ചിലാക്കുകയാണ്. എല്ലായിടത്തും സമാധാനം നഷ്ടപ്പെടുന്ന മേഖലയുണ്ട്. അവിടെ മാന്യമായതിനൊരു പരിഹാരം വേണം. ഈ സമാധാനം നഷ്ടപ്പെടുന്നതിന് മാന്യമായൊരു പരിഹാരം വേണം. ആ പരിഹാരത്തിനാണ് സലഫികൾ പ്രയോഗിച്ച പദം, ഇസ്ലാം പ്രയോഗിച്ച പദം തൗഹീദ് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയിട്ടുള്ള പദമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിട്ടുള്ള ആശയമാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. മനസ്സിന് ശാന്തി വേണോ, സമാധാനം വേണോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുന്നതിലൂടെയാണ് അത് ലഭിക്കുക എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. മനസ്സിന് സമാധാനം വേണോ, ആ ഇത് നിലക്കുള്ള ആശ്വാസം വേണോ എങ്കിൽ അല്ലാഹുവിനെ സംബന്ധിച്ച് ഓർക്കണം, ദിക്ർ ചൊല്ലണം. ദിക്റിലുള്ള ആളുകൾക്ക് മാത്രമാണ് സമാധാനമുള്ളത്. അപ്പൊ ചോദിക്കും, എങ്ങനെയാണ് ഈ അല്ലാഹുള്ള ദിക്ർ? അല്ലാഹുവിനെ ഓർക്കണമെന്ന് പറഞ്ഞാൽ അതേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിശുദ്ധ ഖുർആനിലെ ആയത്ത് അല്ലാഹനെ ഓർക്കുന്നതിലൂടെയാണ് സമാധാനം ലഭിക്കുക എന്ന ഈ വചനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോ ഈ വചനം ഇറങ്ങിയിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതിക്കൊടുക്കുമ്പോ അത് കേൾക്കുന്ന ഈ പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധിതരായ മക്കയിലുള്ള മുശ്രിക്കുകളുണ്ട്, അല്ലാഹുവിന്റെ റസൂലിൽ വിശ്വസിച്ച സഹാബത്തുണ്ട്, അതുപോലെ വിവിധ വിഭാഗങ്ങളുള്ള സദസ്സിലാണ്, സാഹചര്യത്തിലാണ് ഈ ആയത്ത് അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങുന്നത്. ഈ ഇറങ്ങിയ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുക്കുന്നുണ്ട്. ഈ ആയത്ത് മുശ്രിക്കീങ്ങളും കേൾക്കുന്നുണ്ട്, മുസ്ലിമുകളും കേൾക്കുന്നുണ്ട്. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആയത്ത് കേട്ട മക്കാ മുശ്രിക്കിനെ സംബന്ധിച്ച്, കാഫിറുകളെ സംബന്ധിച്ച് അവരെപ്പോഴെങ്കിലും ചോദിച്ചോ, അതേ അള്ളാഹിനെ കുറിച്ചല്ലേ ഓർക്കേണ്ടത്, അത് ഞങ്ങളും ഓർക്കുന്നുണ്ട്, അള്ളാഹിനെ കുറിച്ചല്ലേ പറയേണ്ടത്, ഞങ്ങളും പറയുന്നുണ്ട്. ആരായി പറയണത്? അബൂജഹൽ അടങ്ങുന്ന, അബൂലഹബ് അടങ്ങുന്ന മക്കയിലുള്ള മുശ്രിക്കീങ്ങൾ ഒരു അള്ളാഹിനെ ഓർത്തിട്ടുണ്ടോ ഇല്ലയെന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം? അവരല്ലാഹുവിനെ ഓർത്തിട്ടുണ്ട്. അവരുടെ നിത്യ സംസാരങ്ങളിൽ അവർ അല്ലാഹുവിന് സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അവർ അല്ലാഹുവിന്റെ അടിമകളാണെന്ന് അവകാശപ്പെട്ടിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ശേഷമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നതിന് മുമ്പേ ഈ മക്കയിലുള്ള മുശ്രിക്കുകൾക്ക് അല്ലാഹുവിനെ അറിയാം. അവർ അല്ലാഹുവിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, അല്ലാഹുവിലേക്ക് അനുഗ്രഹങ്ങളെ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഈ പറയുന്ന റബ്ബിനെ തിരിച്ചറിഞ്ഞ, അല്ലാഹുവിനെ സംബന്ധിച്ച് പല കാര്യങ്ങളും വാചാലരായി സംസാരിച്ച മക്കാ മുശ്രിക്കുകളിൽ നിന്ന് പാടില്ലാത്ത, സംഭവിക്കാൻ പാടില്ലാത്ത ശിർക്ക്, പങ്കു ചേർക്കുക എന്ന പാപം വന്നപ്പോ ഈ മനുഷ്യന്മാര് മുമ്പ് റബ്ബിനെ കുറിച്ച് സംസാരിച്ച കാര്യങ്ങൾ അല്ലാഹു വിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞിട്ടില്ലേ? അതാണ് വിശുദ്ധ ഖുർആനിന്റെ അവസാന ഭാഗങ്ങളിൽ നമ്മളൊക്കെ കാണാതെ പഠിച്ചിട്ടുണ്ടാകുന്ന സൂറത്തുൽ ഫീലിലൂടെയും സൂറത്തു ഖുറൈശിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മക്കാ മുശ്രിക്കുകളെ മാത്രം അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ്. എന്താണ് സൂറത്തുൽ ഫീൽ? ആനക്കാരെ സംബന്ധിച്ച് പരാമർശിച്ച സൂറത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് മുമ്പ് യമനിന്റെ രാജാവായ അബ്രഹത്ത് 13ഓളം ആനകളെയും ഇറക്കിക്കൊണ്ട് ഒരു വലിയ സൈന്യവുമായി കഅബാലയം പൊളിക്കാൻ വരുന്നു. ആ കഅബാലയത്തിന് അന്ന് നേതാവ് അബ്ദുൽ മുത്തലിബാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹൻ അബ്ദുൽ മുത്തലിബ് ഈ വാർത്ത അറിയുന്നു. അബ്ദുൽ മുത്തലിബിന് അത് വലിയ ടെൻഷൻ ആവുകയാണ്. കാരണം എന്താണ്? ഈ കഅബാലയം എന്ന് പറയുന്നത്
അത് അബ്ദുൽ മുത്തലിബിന്റെ കുടുംബ സ്വത്തല്ല, വ്യക്തിപരമായ സ്വത്തല്ല, മറിച്ച് ലോകത്തിന്റെ പല ഭാഗത്തും താമസിച്ചു കൊണ്ടിരിക്കുന്ന, വർഷത്തിൽ ഒന്നോ പലതോ തവണയായി ഈ കഅബാലയത്തിനെ സന്ദർശിക്കാൻ കടന്നു വരുന്ന അറബികളുടെ മൊത്തം സ്വത്താണ് ഈ പറയുന്ന കഅബാലയം എന്ന് പറയുന്നത്. ആ കഅബാലയത്തിന്റെ ഉത്തരവാദിത്തം, അതിന്റെ പരിചരണം എന്ന ഡ്യൂട്ടിയാണ് അബ്ദുൽ മുത്തലിബിനുള്ളത്. അതുകൊണ്ട് ഈ കഅബാലയം അബ്രഹത്ത് പൊളിക്കുന്നു എന്ന് പറഞ്ഞാൽ അറബികളോട് സമാധാനം പറയേണ്ടി വരും. അറബികളോട് ഞാൻ എന്ത് സമാധാനം പറയും? ഇതിന്റെ പരിചാരകനാണെന്ന് പറഞ്ഞിട്ട്, ഇതിന്റെ നേതാവായി ചമഞ്ഞിട്ട് ഈ പറയുന്ന രാജാവ് അതിനെ പൊളിക്കാൻ വന്നപ്പോ അതിനെ തടയാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് അത് മാനക്കേടാണ്. അറബികളോട് സമാധാനം പറയാൻ പറ്റാത്ത കാര്യമാണ് എന്ന ടെൻഷൻ അബ്ദുൽ മുത്തലിബിനെ സംബന്ധിച്ചുണ്ടായിരുന്നു. പക്ഷേ ആ പരീക്ഷണത്തിന്റെ വേളയിലും ആ ടെൻഷന്റെ സന്ദർഭത്തിലും ഈ പറയുന്ന അബ്ദുൽ മുത്തലിബ് സമാധാനം കണ്ടെത്തിയത് എങ്ങനെയാണ്? ആശ്വാസം കണ്ടെത്തിയത് എങ്ങനെയാണ്? ഏതെങ്കിലും മനുഷ്യ ദൈവങ്ങളെ സമീപിച്ചുകൊണ്ടല്ല, മറിച്ച് അബ്ദുൽ മുത്തലിബിന്റെ പ്രഖ്യാപനം, കഅബാലയത്തിന്റെ റബ്ബ് ഞാനല്ല, കഅബാലയത്തിന്റെ ഉത്തരവാദിത്തം എനിക്കല്ല, കഅബാലയം പണിതത് അല്ലാഹുവാണ്, കഅബാലയത്തിന്റെ ഉത്തരവാദിത്തം അല്ലാഹുവിനാണ്. അതുകൊണ്ട് അല്ലാഹു കഅബാലയത്തെ സംരക്ഷിക്കുമെന്ന് അബ്ദുൽ മുത്തലിബ് അബ്രഹത്തിന്റെ സദസ്സിൽ പോയി തന്നെ സംസാരിച്ചത് ചരിത്രത്തിൽ നമുക്ക് കാണാം. അതേ, ആ കഅബാലയത്തിന്റെ സംരക്ഷണം റബ്ബി ഏറ്റെടുക്കുകയും മക്ക മുശ്രിക്കുകളുടെ നേതാക്കന്മാരെ വലിയ മാനക്കേടിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്ത സംഭവമാണ് സൂറത്തുൽ ഫീലിൽ അല്ലാഹ് പറയുന്നത്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം തൈറൻ അബാബീൽ. ഈ പറയുന്ന അബ്രഹത്തും സംഘവും ആനകളെയും കൊണ്ട് കഅബാലയത്തിന്റെ പരിസരത്തേക്ക് എത്തുന്ന സന്ദർഭത്തിൽ അബ്ദുൽ മുത്തലിബ് അണികളോട് ആഹ്വാനം ചെയ്യുന്നത്, പരിസരത്തിലുള്ള മലമുകളിലേക്ക് നിങ്ങൾ കയറിപ്പോകുക, നിങ്ങളുടെ വക ഒരു ആക്ഷനും എടുക്കേണ്ടതില്ല, അതിന്റെ സംരക്ഷണം അല്ലാഹ് ചെയ്തുകൊള്ളും. അങ്ങനെ ഇവർ കഅബാലയത്തിൽ നിന്ന് പിന്മാറിക്കൊണ്ട് അതിന്റെ ചുറ്റിലുമുള്ള 5ഓളം മലകളുണ്ട്, പർവ്വതങ്ങളുണ്ട്, അല്ലെങ്കിൽ ചെറു കുന്നുകളുണ്ട്, അതിന്റെ മീതേക്ക് ഇവർ സംരക്ഷണാർത്ഥം കയറി പോകുന്നു. ഇവരുടെ തലയുടെ മീതെ കൂടെ ഇതുവരെ കണ്ട് പരിചയമില്ലാത്ത പക്ഷിക്കൂട്ടങ്ങൾ കടന്നു വരുന്നു. ഈ പക്ഷി എവിടെ നിന്നാണെന്ന് അവർക്കറിയൂല, ഇതിന്റെ ഇനത്തെക്കുറിച്ചും പരിചയമില്ല. പതിവ് രീതി അനുസരിച്ച് ഇങ്ങനെ ഒരു പക്ഷിക്കൂട്ടം നമ്മുടെ നാട്ടിൽ കാണാൻ സാധ്യതയില്ല എന്ന കാഴ്ച അവർ നോക്കിയിരിക്കെ ഈ പക്ഷിക്കൂട്ടങ്ങൾ, അതാണ് അല്ലാഹ് പറഞ്ഞത്, വഅർസല അലൈഹിം തൈറൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. ഈ പക്ഷിക്കൂട്ടങ്ങൾ അതിന്റെ ചുണ്ടുകളിലും അതുപോലെ കൈകാലുകളിലുമൊക്കെ ശേഖരിച്ചിട്ടുള്ള, മുറുക്കി പിടിച്ചിട്ടുള്ള ചൂടേറിയ കല്ലുകളെ കൊണ്ട് അബ്രഹത്തിനെയും അയാളുടെ സൈന്യത്തെയും അയാൾ കൊണ്ടുവന്ന ആനയെയും ഒക്കെ എറിയുന്നു. ആ മനുഷ്യന്മാര് പടയുന്നു, മൃഗത്തിന്റെ പുറത്തു നിന്ന് വീഴുന്നു. ചിലരൊക്കെ ആ വേദനയും കൊണ്ട്, പൊള്ളലേറ്റ ശരീരവും കൊണ്ട് ഓടിപ്പോകുന്നു. അബ്രഹത്താണ് ഏറ്റവും കൂടുതൽ ഓടിയത്. അതേ, അബ്രഹത്ത് ഓടി ഓടി യമനിന്റെ പരിസരത്തേക്ക് എത്തിയെന്നാണ്. ആ മനുഷ്യന്റെ ഹൃദയം ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് അറ്റുവീണിട്ടാണ് അബ്രഹത്ത് കൊല്ലപ്പെട്ടതെന്ന് ചരിത്രത്തിലുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഈ അബ്രഹത്തിന്റെ സൈന്യത്തിൽപ്പെട്ട 1-2 ആളുകൾ രക്ഷപ്പെടുന്നു. ആ രക്ഷപ്പെട്ട മനുഷ്യന്മാരാണ് യമനിൽ പോയി കാര്യങ്ങൾ അറിയിക്കുന്നത്, അബ്രഹത്തിന്റെ അവസ്ഥയും സൈന്യത്തിന്റെ അവസ്ഥയും അറിയിക്കുന്നത്. ആയിഷ ബീവി തന്നെ പറയുന്നുണ്ട്, ഈ പറയുന്ന സൈന്യത്തിൽപ്പെട്ട പൊള്ളലേറ്റിട്ട് നാട്ടിലേക്ക് മടങ്ങാൻ പറ്റാത്ത ആളുകൾ പിന്നീട് പട്ടിണി കടന്ന് ഞങ്ങളുടെയൊക്കെ പരിസരത്ത് അങ്ങാടികളിലൂടെ ആളുകളോട് യാചിച്ചു നടന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. അന്നെറിയപ്പെട്ട കല്ല്
കല്ലിന്റെ അംശങ്ങൾ, കരിഞ്ഞ കരി പോലത്തെ കല്ലുകളൊക്കെ ആ നാട്ടിലുള്ള കുഞ്ഞുങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് ചരിത്രം പറയുന്നു. എന്ന് പറഞ്ഞാൽ ലൈവായി നിൽക്കുന്ന ഒരു ചരിത്രമാണ്. ആ എറിയപ്പെട്ട കല്ലുകൾ അവർ കാണുന്നു. അന്ന് പങ്കെടുത്ത സൈന്യം യാചിക്കുന്നത് അവർ കാണുന്നു. ആളുകൾ അത് വെച്ച് ചരിത്രത്തിന്റെ സമയം നിശ്ചയിക്കുന്നു. ആനക്കലഹം 1-ാം വർഷം, ആനക്കലഹം നടന്നിട്ട് 2-ാമത്തെ കൊല്ലം. നമ്മൾ പറയൂലേ കൊറോണ കഴിഞ്ഞിട്ട് 4-ാം കൊല്ലം, കൊറോണ കഴിഞ്ഞിട്ട് 3-ാം കൊല്ലം എന്ന പോലെ മക്കാ മുശ്രിക്കിന്റെ നാവിലെപ്പോഴും പറയപ്പെട്ടിരുന്ന ചരിത്രമാണ് ആനക്കലഹം 1-ാം കൊല്ലം. നമ്മൾ തന്നെ പഠിച്ചിട്ടുണ്ടല്ലോ, ആനക്കലഹം 1-ാം കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു എന്ന പോലെ ഇവർ സമയം നിശ്ചയിക്കാൻ, കലണ്ടർ പറയാനൊക്കെ ഈ ചരിത്രത്തെ ഉദ്ധരിക്കാറുണ്ട്. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ ചരിത്രം മക്കാ മുശ്രിക്കിനെ ഓർമ്മപ്പെടുത്തുന്നു. ആ റബ്ബല്ലേ നിങ്ങളുടെ റബ്ബ്. അതേ എങ്കിൽ ആ റബ്ബിനെ കുറിച്ച് ഇവർ പരാമർശിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്. ഇവർ ആ റബ്ബിനെ കുറിച്ച് ദിക്ർ പറയാലുണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്. പക്ഷേ അവർ അള്ളാഹിനെ കുറിച്ച് പറയുമ്പോ അള്ളാഹിനെ കുറിച്ച് മാത്രമെന്ന ഒരു വാദം അവർക്കില്ല. അള്ളാഹിനെ കുറിച്ച് പറയുമ്പോ കൂടെ ഇബ്രാഹിം നബിയെയും പറയും, ഇസ്മായിൽ നബിയെയും പറയും. അത് നമ്മൾ മുസ്ലിങ്ങളും പറയാറുണ്ടല്ലോ, നമ്മളും പറയലുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ പറയും. എപ്പോ പറയും? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉടൻ എന്താ പറയാ? അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഇതിനാർക്കും തർക്കമുണ്ടോ ചോദിച്ചാൽ ഒരു തർക്കമില്ല. പിന്നെന്താ ഇബ്രാഹിം നബിനെ പറയാറുന്ന? ഇവർ പറയും അള്ളാനെയും വിളിക്കാം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെയും വിളിക്കാം. അങ്ങനെ ഒരു അള്ളാഹിനെ കുറിച്ച് ഓർമ്മ കൊണ്ട് സമാധാനം കിട്ടൂല. അങ്ങനെ ഓർമ്മ വെച്ചപ്പം അത് പ്രശ്നമായി. ആർക്ക് പ്രശ്നമായി? ഓരുടെ ജീവിതത്തിൽ തന്നെ പ്രശ്നമായി. വിളിച്ച് 300-ലേറെ വിഗ്രഹങ്ങളെ, 300-ലേറെ ദൈവങ്ങളെ ഈ മക്കാ മുശ്രിക്കുകൾ വിളിച്ചപ്പോ അവരുടെ ജീവിതത്തിന്റെ സമാധാനം നഷ്ടപ്പെടുകയാണ്. കാരണം ഒരു പ്രശ്നം വരുമ്പോ, ഒരു രോഗം വരുമ്പോ, ഒരു പ്രയാസം വരുമ്പോ ഈ മനുഷ്യന്മാർക്ക് ടെൻഷനാണ്. ആരെ സമീപിക്കണം? മുസ്ലിങ്ങളെ സംബന്ധിച്ച് ആകെ ഒരാള് എന്തിനും ഏതിനും, അതാരാ? അല്ലാഹ്. നിങ്ങൾക്ക് സന്തോഷം ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ പറയാനും, അള്ളാഹിനോട് പ്രയാസം ഉണ്ടെങ്കിൽ സങ്കടം പറയാനും അള്ളാഹിനോട് ഇവർക്ക് ടെൻഷനായി. ഇവരുടെ ടെൻഷനിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അറഅയ്ത മനിത്തഖദ ഇലാഹഹു ഹവാ. തന്റെ ഇച്ഛയെ, തന്റെ പൂതിയെ, അല്ലാഹു പ്രയോഗിച്ച പ്രയോഗ തന്റെ പൂതിയെ, തന്റെ ഇച്ഛ, തന്റെ ഇഷ്ടം, ആ തന്നിഷ്ടത്തിനെ പടച്ചോനാക്കിയവനെ, തന്നിഷ്ടത്തിന് ആരാധ്യനാക്കിയ ഒരു വിഭാഗത്തെ നബിയെ നീ കണ്ടിട്ടുണ്ടോ എന്ന് 2 തവണ അല്ലാഹു ചോദിക്കുന്നുണ്ട്. എന്താ അതിന്റെ ഉദ്ദേശം എന്നറിയോ? എന്ന് പറഞ്ഞാല് ഈ മക്കാ മുശ്രിക്കിനെ സംബന്ധിച്ചിടത്തോളം ഇവര് ഓർക്ക് ഗോത്രത്തിക്ക് ഒരു പടച്ചോൻ ഉണ്ടാവും, ഒരു വിഗ്രഹം ഉണ്ടാവും. ആ വിഗ്രഹത്തിനെയാണ് ഇവർ ആരാധിക്കുന്നു. അത് തങ്ങളുടെ നാട്ടിലുള്ള ഒരു മഠത്തിൽ അതിന്റെ ഒരു പ്രതിനിധി ഉണ്ടാവും. കാബയിൽ പോയാൽ അവിടെ ഒന്നുണ്ടാവും, ഇവരെ കയ്യിലൊന്ന് കൊണ്ടടക്കാനും ഉണ്ടാവും. ഇങ്ങനെയാണ് ഇവരുണ്ടായിരുന്നത്. അങ്ങനെയുള്ള ഈ മനുഷ്യന്മാർ എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ വിഗ്രഹത്തിനെ മുമ്പിൽ വെക്കും. എന്നിട്ട് ഇങ്ങനെ ഇയാളോട് പറയും. ആ പറഞ്ഞിട്ട് എൻ്റെ ആവശ്യങ്ങളൊക്കെ തീരുന്നുള്ളൊരു ആശ്വാസത്തിൽ അവർ നടക്കല്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇയാൾ മറ്റൊരു പ്രദേശത്തെത്തുന്നത്. ആ മറ്റൊരു പ്രദേശത്തെത്തുമ്പോൾ അവിടെയുള്ള ആളുകൾ ആരാധിക്കുന്ന വേറൊരു വിഗ്രഹം ഉണ്ടാവും. അപ്പൊ ഇയാൾ ഇവരെ കുറിച്ച് അന്വേഷിക്കുന്നത് എന്താ സംഭവം എന്ന് ചോദിക്കും. അപ്പൊ പറഞ്ഞു ഇന്നലെ നടന്നതാണ് അറിയും. എന്താ നടന്നാലോ? ഇയാളാണ് ചോദിച്ചു, അപ്പൊ ഉത്തരം കിട്ടിയല്ലോ, അയാളെ മുറാദ് ഹാസിലായാലോ, അയാളെ ആവശ്യങ്ങളൊക്കെ നിറവേറിയല്ലോ. അപ്പൊ എൻ്റെ കയ്യിലുള്ളേറ്റ് ഞാനിപ്പോൾ എന്താ ഒരു ഉപകാരം ചോദിച്ചാൽ ഒരു ഉപകാരമില്ല, ഒരു കാര്യമില്ല. അപ്പൊ ഇയാൾ ഇത് വലിച്ചെറിയും, എന്നിട്ട് അതിനെടുക്കും, എന്നിട്ട് അതേറ്റ് കുറെ കാലം നടക്കും. അങ്ങനെ വേറെ ഏതെങ്കിലും നാട്ടിൽ ചെല്ലുമ്പോൾ ഓരോ വിഗ്രഹത്തിന്റെ പോലീശ പറയും. അപ്പൊ ഇപ്പൊ ഇതുവരെ കൊണ്ടുവരുന്ന അതും ഒഴിവാക്കും. ഫലത്തിൽ ഇയാളിപ്പോ ആരെ ആരാധിച്ചത്? അല്ലാഹു പറയാ അവനാന്റെ പൂതിയെ, ഇയാൾ തന്നിഷ്ടം അനുസരിച്ചാണ് ഇപ്പൊ പടച്ചോന്മാരെ തെരഞ്ഞെടുത്തത്, അല്ലാതെ പടച്ചോന്മാർക്ക് വേണ്ടി അയാൾ നിന്നതല്ല. അതാണ് അല്ലാഹു പറയുന്നത്, തന്റെ ഇഷ്ടത്തെ, തന്നിഷ്ടത്തെ, തന്റെ ദേഹേച്ഛയെ അല്ലാഹു ആക്കിയവൻ, ആരാധ്യനാക്കിയവനെ നീ കണ്ടുവോ എന്ന് അല്ലാഹു ചോദിക്കുന്നുണ്ട്.
അപ്പൊ ഈ മക്കാ മുശ്രിക്കിനെ സംബന്ധിച്ച് അവരതാ അള്ളാനെ ഓർത്തിട്ടുണ്ട്, പക്ഷെ അള്ളാനെ ഒറ്റക്ക് ഓർത്തില്ല. അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട കാര്യങ്ങൾ അള്ളാഹ്ക്ക് മാത്രം കൊടുക്കാതെ നബിമാർക്കും ഔലിയാക്കന്മാർക്കും ഒക്കെ കൊടുത്തപ്പോ അത് വലിയ പ്രശ്നമാകുന്നു. അവരുടെ ജീവിതത്തിന്റെ സമാധാനം നഷ്ടപ്പെടുന്നു. അങ്ങനെയുള്ള മുശ്രിക്കിനോടാണ് അള്ളാഹു ഓതിയത്, അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ചു കൊടുത്തത്. അലാ ബിദിക്രില്ലാഹ്, അള്ളാഹുവിനെ മാത്രം ഓർക്കുന്നതിലൂടെയാണ് അള്ളാഹുവിന് കൊടുക്കാനുള്ളത്. ആ റബ്ബിന് മാത്രം കൊടുക്കുന്നതിലൂടെയാണ് ഈ സമാധാനം ഒരാളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. ഈ സൂറത്തുൽ ഫീൽ കഴിഞ്ഞിട്ട് അടുത്ത സൂറത്ത് ഖുറൈശാണ്. സൂറത്ത് ഖുറൈശ് എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ഗോത്രത്തിന്റെ പേരാണ് അള്ളാഹ് അതിന് നൽകിയത്. ആ ഗോത്രത്തിന് നൽകിയ ആ പേരിലുള്ള ആ സൂറത്തിൽ അള്ളാഹ് പറഞ്ഞ കാര്യം എന്താ അറിയോ? ഈ മക്കത്തെ മുശ്രിക്കീങ്ങളുടെ ജീവിതത്തിൽ പട്ടിണിയുടെ ഒരു സമയം ഉണ്ടേനോ? നമുക്കറിയാം, മക്കാ മുശ്രിക്കീങ്ങൾ താമസിക്കുന്ന ഈ കാബയുടെയും പരിസരത്തിന്റെയും പ്രത്യേകത കൃഷി ഉണ്ടാവൂല എന്നുള്ള. അവിടെ കൃഷിക്ക് യോഗ്യമായ സാഹചര്യമല്ല, മണ്ണല്ല. അതുകൊണ്ട് പുറത്തുനിന്ന് വന്നാലേ അവർക്ക് ഭക്ഷണം കിട്ടുള്ളൂ. ആ പുറത്തേക്ക് പോവാൻ സാഹചര്യമില്ലാതെ മുടങ്ങിയാലോ ഒരു പട്ടിണിയിലാണ്. അങ്ങനെ പട്ടിണി ബാധിച്ച ഒരു സന്ദർഭം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്യാപ്പ അബ്ദുൽ മുത്തലിബിന്റെ വാപ്പ ഹിഷാമിന്റെ കാലത്തുണ്ടായി. പട്ടിണി ബാധിച്ച സന്ദർഭം എത്രത്തോളം ഉണ്ടായിന്നറിയോ? പട്ടിണി ബാധിച്ച് അവര് സ്വയം കബറ് കുത്തുക, ആ കബറിന്റെ അടുത്ത് എടുക്കുക, ഇന്നഞ്ഞ് മറവ് ചെയ്യാൻ വേറൊരാൾക്കായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ പട്ടിണിയിലേക്ക് ആ സമുദായം എത്തുന്ന സന്ദർഭം, ആ സമുദായം എത്തിയ സന്ദർഭത്തിൽ അതേ ഈ പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹന്മാരിൽപ്പെട്ട ഹാഷിമിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇതിങ്ങനെ നിന്നാൽ ശരിയാവൂല, അതുകൊണ്ട് ഇവിടുത്തെ ആണുങ്ങളൊക്കെ എൻ്റെ കൂടെ ഇറങ്ങണം എന്ന് പറഞ്ഞു. ആണുങ്ങളൊക്കെ എൻ്റെ കൂടെ വരണം, ഞാൻ പറയും നിങ്ങൾ അനുസരിക്കും. എന്നിട്ട് ഇറങ്ങിയിട്ട് എന്താ ഉണ്ടായത്? ഇവരൊക്കെ സംബന്ധിച്ച് യാത്ര ചെയ്യാനുള്ള പേടി എന്ന് പറഞ്ഞാൽ വഴിയോരങ്ങളിലൊക്കെ ഒഴിഞ്ഞ പ്രദേശങ്ങളിൽ, മരുപ്രദേശങ്ങളിൽ കൊള്ളക്കാരുണ്ട്. ഇതാ വലിയ പ്രശ്നം. യാത്ര പോയാൽ പോകാൻ രസീകാരം, പക്ഷെ പോയാൽ ജീവനോടെ തിരിച്ചു വരുന്ന ഒരു ഉറപ്പില്ല. അതുകൊണ്ടാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും റജബ് മുദർ എന്ന് കേട്ടിട്ടുണ്ടാവും. റജബ് മുദർ എന്ന് പറഞ്ഞ മാസം ഉണ്ടല്ലോ, ആ റജബ് മാസത്തിനെ മുദർ ഗോത്രത്തിക്ക് ചേർത്തിട്ട് പറഞ്ഞ് നമുക്ക് കാണാൻ പറ്റും. ഈ റജബ് മാസത്തിന്റെ പ്രത്യേകത എന്താ? നമുക്കറിയാം, 3 മാസം ഒന്നിച്ചാണ് പവിത്രമായ മാസം ഉള്ളത്. ഒന്ന് ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം. അതിന്റെ ഇടക്ക് 4 പവിത്രമായ മാസങ്ങൾ ഇസ്ലാമിലുണ്ട്. നമുക്കറിയാം, അറബി മാസങ്ങളിൽ 12 മാസത്തിൽ 4 പവിത്ര മാസങ്ങളുണ്ട്. ആ 4 പവിത്ര മാസങ്ങളുടെ പ്രത്യേകത, ആ മാസത്തിൽ യുദ്ധം ചെയ്യാൻ പാടില്ല എന്നതാണ്. അത് റസൂൽ കൊണ്ടുവന്ന നിയമമല്ല. സത്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന്റെ മുമ്പേ അറബ് മുശ്രിക്കീങ്ങൾ ആചരിച്ചിരുന്ന 4 മാസങ്ങളാണിത്. ഏതൊക്കെ? ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം. ഇത് 3 ഒന്നിച്ചാ. 4ാമത് വേറിട്ടിട്ടൊരുത്തൻ, അതാരാ? റജബ് മാസം. ഇതെന്തിനാണെന്നറിയോ? ഈ റജബ് മാസം എന്ന് പറഞ്ഞാൽ ദുൽഖഅദും ദുൽഹിജ്ജും മുഹറം എന്ന് പറഞ്ഞാൽ ആളുകൾ ഒന്നാകെ ഹജ്ജിന് വരുന്ന സമയമാണ്. ആ ഹജ്ജിന് വരുന്ന ആൾക്കാർ ഒന്നായിട്ട് കൊള്ളടിക്കാൻ നിന്നാൽ അറബിയാക്ക് സമാധാനത്തിൽ ഹജ്ജിന് വരാൻ പറ്റുമോ? പറ്റൂല. അതുകൊണ്ട് ഏത് കൊള്ളക്കാരനും അന്ന് ലീവ് എടുത്തോളന്നാ. ദുൽഖഅദയിലാവുമ്പം നാട്ടിൽ നിന്ന് കഅബാലയത്തേക്ക് പുറപ്പെടുന്ന സമയമാവും. ദുൽഹിജ്ജ എന്ന് പറഞ്ഞാൽ ഹജ്ജൊക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഹജ്ജിന്റെ സീസണുമാണ്. അത് കഴിഞ്ഞ് മടങ്ങുന്ന സമയം മുഹറം. അതുകൊണ്ട് ഈ 3 മാസം ജനങ്ങൾക്ക് സേഫ്റ്റി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് അറബികൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പഠിപ്പിച്ച ആ ആദർശത്തെ നെഞ്ചിലേറ്റിയതാണെന്ത്? ഈ 3 മാസം യുദ്ധം പാടില്ല. അത് കഴിഞ്ഞിട്ട് സഫറും റബീഉൽ അവ്വലൊക്കെ കഴിഞ്ഞിട്ടാണ് റജബ് മാസത്തിൽ പിന്നെ പവിത്രത ഉള്ളത്. എന്തിനറിയോ? ഈ റജബ് മാസത്തിൽ ഇവർക്ക് ഉംറ ചെയ്യാൻ തോന്നുകയാണ്. ആ ഉംറ ചെയ്യണവനക്കും സമാധാനം കിട്ടണം. അപ്പൊ ഇടക്കാലത്ത് ഇടക്കൊരു ഉംറക്ക് വരണമെങ്കിൽ നിങ്ങൾ റജബിൽ ഇറങ്ങിക്കോളിൽ. അന്നും കൊള്ളക്കാർ വാളെടുക്കൂല, അന്നും ഗോത്രങ്ങൾ പരസ്പരം സംഘട്ടനത്തിലാവൂല. അന്ന് പറഞ്ഞാൽ അത്രയും കൊള്ളക്കാരെ ഭീഷണിയുള്ള സമയമായിരുന്നു ഏത്? ഈ പറയുന്ന അറബ് മുശ്രിക്കീങ്ങളുടെ സാഹചര്യം. കാരണം അത്രയും പ്രവിശാലമായ അറേബ്യൻ ഉപഭൂഖണ്ഡം, ആ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ ചില ഏരിയകളിൽ മാത്രം തൻ്റെ ഗോത്രങ്ങൾ ഒന്നിച്ച് കൂടി താമസിക്കും. വെള്ളവും കാര്യങ്ങളും സൗകര്യവും കൃഷിയും ലഭ്യമാകുന്ന പച്ചപ്പിന്റെ പ്രദേശങ്ങളിൽ മാത്രം ആളുകൾ ചേരിതിരിഞ്ഞ് താമസിക്കുന്ന, അതല്ലാത്ത ഭാഗങ്ങളൊക്കെ ഒഴിഞ്ഞുകിടക്കുന്ന, അവിടെ ഏത് ക്ഷുദ്രജീവിയും ഏത് ഭീകരനായ കൊള്ളക്കാരനും ഒളിഞ്ഞു താമസിച്ച് അക്രമം ചെയ്യാവുന്ന ഒരു രൂപത്തിലാണ് അന്നത്തെ ഭൂപ്രകൃതി ഉള്ളത്.
അതുകൊണ്ട് ഇവർക്ക് പുറത്തു പോകാനും പേടിയാണ്. അവിടെയാണ് ഈ ഹാഷിം ആണുങ്ങളെ കൂട്ടിയിട്ട് പുറപ്പെടാൻ പോണത്. എങ്ങട്ടാ പുറപ്പെടുന്നത്? ഷാമിന്റെ ഭാഗത്തേക്കാണ് പുറപ്പെടുന്നത്. അപ്പൊ ഇവര് ഷാമിന്റെ ഭാഗത്തേക്ക് പുറപ്പെടുമ്പോൾ ആയുധങ്ങൾ കരുതിയിരിക്കണ്, വേജാറുണ്ട്. കാരണം ഇവിടെ ഒന്നും ഇവിടുന്ന് മരിക്കും, അല്ല പൂർണ്ണ വൈക്കുന്ന മരിക്കാം, രണ്ടായാലും മരിക്കും. അപ്പൊ ഏതായാലും നമ്മളൊന്നാണ് പോയി വെക്കുക, ഈ കോലത്തിൽ നാട് വിട്ടാൽ ശരിയാവൂല. അങ്ങനെ പോയി നോക്കി. പോണ വൈക്കുന്ന കൊള്ളക്കാർ കാണുമ്പം എവിടുന്നാന്ന് ചോദിക്കും. ഞങ്ങൾ കാബന്റെ ആൾക്കാരാന്ന് പറയും. ഇവര് മാറിക്കും, തൊടൂല. കാബന്റെ ആൾക്കാരെ തൊട്ടാ കുരുത്തക്കേടുണ്ടാവും, കാബന്റെ ആൾക്കാരെ തൊടാൻ പാടില്ല എന്നൊരു ബേജാർ. അതിന് വിഘാതം സൃഷ്ടിച്ച ആളായിരുന്നു ആര്? അബ്രഹത്ത്. അയാൾക്ക് പണി കിട്ടിയത് എല്ലാവരും കൊണ്ടും ചെയ്ത്. ഇതതിന്റെ മുമ്പേ ആണ് ആൾക്കാരുടെ മൈൻഡിലുണ്ട് കാബയെ കുറിച്ച്, കൊള്ളക്കാരെ കുറിച്ച്. ആ കൊള്ളക്കാരുടെ മൈൻഡിലുണ്ട് കാബയെയും കാബന്റെ സംരക്ഷകരെയും തൊടാൻ പറ്റൂല. ഷാമിലേക്ക് യാത്ര പുറപ്പെട്ട ഈ പറയുന്ന ഹാഷിമിനോടും സംഘത്തിനോടും അവർ കഅബാലയത്തിന്റെ ആളുകളാണ് എന്ന് പറയുമ്പം അവർ മാറിക്കൊടുക്കും. നിർഭയത്വമായി അവർ ഷാമിലെത്തുന്നു. ആ ഷാമിലേക്കുള്ള യാത്രയുടെ വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ശക്തമായ ചൂടിൻ്റെ സീസൺ വന്നാൽ, സമ്മർ സീസൺ വന്നാൽ യമനിൻ്റെ ഭാഗത്തേക്ക് ഭയങ്കര ചൂടാവും, ചൂട് കൂടും. ആ സമയത്ത് ഇവർ യമനിൻ്റെ ഭാഗത്തേക്ക് യാത്ര ചെയ്യൽ തടസ്സമാണ്, പ്രയാസമാണ്. ആ സമയത്ത് ഇവർ നേരെ ഓപ്പോസിറ്റ് വടക്ക് ഭാഗത്തേക്ക് ഷാമിലേക്ക് യാത്ര ചെയ്യും, അവിടെ കച്ചവടം നടത്തും. അതേസമയം നല്ല തണുപ്പിൻ്റെ സമയത്ത് ഷാമിൽ തണുപ്പ് കൂടും. അപ്പം അങ്ങോട്ട് യാത്ര ചെയ്യലും അവിടുത്തെ കൃഷിയൊക്കെ പ്രയാസത്തിലാവും. ആ സമയത്ത് മക്കക്കാർ യമനിലേക്ക് യാത്ര വരും, അവിടെ താരതമ്യേന തണുപ്പ് കുറവാവും. എന്ന് പറഞ്ഞാൽ വീട്ടിലും നാട്ടിലും കൃഷിയില്ലാഞ്ഞിട്ടും മക്കത്തെ ആളുകൾ പട്ടിണി കടന്നില്ല. വീട്ടിലും നാട്ടിലും കൃഷിയില്ല, ചൂടും തണുപ്പും പ്രയാസങ്ങളുണ്ട്. എന്ത് വന്നാലും ഇവർക്ക് പട്ടിണി എന്നൊരു പ്രശ്നമില്ല. അതിനെക്കുറിച്ചാണ് അള്ളാഹ് പറയുന്നത് അടുത്ത നിഅമത്ത്. അടുത്ത നിഅമത്ത് അതാണ് സൂറത്ത് ഖുറൈശ്. ലിഇലാഫി ഖുറൈശ് ഇലാഫിഹിം റഹ്ലതശ് ശിതാഇ വസ്സൈഫ്. ചൂടിലെയും തണുപ്പിലെയും യാത്ര ഈ ഖുറൈശികൾക്ക് സൗകര്യപ്പെടുത്തി കൊടുത്തതിനാൽ ഈ ചൂടുകാലത്തുള്ള യാത്ര അവർ നടത്തിയിരുന്നത് അതേ ഷാമിലേക്കാണ്. തണുപ്പ് കാലത്ത് അവർ യാത്ര നടത്തിയിരുന്നത് തെക്ക് ഭാഗത്തേക്ക് യമനിലേക്കാണ്. അതിന് സാഹചര്യം ഒരുക്കി കൊടുത്തത്, ഭൗതികപരമായ സാഹചര്യം ഒരുക്കി കൊടുത്തത്, സമാധാനം കൊടുത്തിട്ടുള്ളത് ഈ റബ്ബാണ്. അതുകൊണ്ട് ഫല്യഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത്, ഈ കഅബാലയത്തിന്റെ പേരിലല്ലേ നിങ്ങൾ രക്ഷപ്പെട്ടത്, കഅബാലയത്തിന്റെ പേരിലല്ലേ നിങ്ങൾക്ക് സംരക്ഷണം കിട്ടിയത്, കഅബാലയത്തിന്റെ പേരിലല്ലേ നിങ്ങൾ ആദരിക്കപ്പെട്ടത്. എങ്കിൽ ആ കഅബാലയത്തിന്റെ റബ്ബുണ്ടല്ലോ, ആ റബ്ബിനെ നിങ്ങൾ ആരാധിക്കൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു കൊടുത്തു. ഈ രണ്ട് സൂറത്ത് ഓർക്ക് മാത്രമുള്ളതാ. നന്നാവുകയാണെങ്കിൽ നന്നായിക്കോളിൻ എന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല മക്ക മുശ്രിക്കിനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ഇറക്കിയിട്ടുള്ള രണ്ട് സൂറത്താണ് സൂറത്തുൽ ഫീലും സൂറത്തു ഖുറൈശും. ഈ സൂറത്ത് അറിയിക്കുന്ന കാര്യം എന്താണ്? മക്ക മുശ്രിക്കിനെ സംബന്ധിച്ച് ഓർക്ക് അള്ളാഹിനെ കുറിച്ചുള്ള ചർച്ച ഉണ്ടായിരുന്നു. പക്ഷെ പ്രശ്നം എന്താണ്? ഒരു അള്ളാഹിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ തന്നെ കൂടെ മഹാന്മാരും ചർച്ച ചെയ്യും. അപ്പൊ അടുത്ത ചോദ്യം അത് വേണ്ടേന്നാണ്. അതാ ഞാൻ പറഞ്ഞത്, വേണ്ട കോലുണ്ട്. എന്താ വേണ്ട കോലം? അള്ളാഹിനെ ആരാധിക്കണം. എങ്ങനെ ആരാധിക്കണം? ഈ പറയുന്ന നബിമാരടങ്ങുന്ന മഹാന്മാരൊക്കെ പഠിപ്പിച്ച രൂപത്തിൽ അള്ളാഹിനെ ആരാധിക്കണം എന്നുള്ളോടത്ത് നമ്മൾ മഹാന്മാർ അള്ളാഹിന്റെ കൂടെ ചർച്ച ചെയ്യും. അതേ സന്ദർഭത്തിൽ വേറൊരു കോലമുണ്ട്. ഈ പറയുന്ന അള്ളാഹുവിലേക്ക് നമുക്ക് നേരിട്ട് എത്താൻ പറ്റൂല. അതുകൊണ്ട് നമ്മൾ മഹാന്മാരെ ആലോചിക്കണം, അവരോട് ഇടതേടണം, അവരോട് സങ്കടം പറയണം, അവരോട് കാര്യങ്ങൾ ചോദിക്കണം. അവർ നമുക്ക് വേണ്ടി നമ്മളെക്കുറിച്ച് തൃപ്തരായാൽ അള്ളാഹുവിനോട് ചോദിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹിന്റെ കൂടെ മഹാന്മാരെ പറയുന്ന ഒരു രൂപമുണ്ട്. അത് ഇസ്ലാമിലില്ല. ഇതേ ഇനി മക്ക മുശ്രിക്കിന് പിഴവുണ്ടായത്. ഓരെ സംബന്ധിച്ച് അവർ അള്ളാഹിനെ കുറിച്ച് പറയുമ്പം കൂടെ മഹാന്മാരെ പറഞ്ഞു. എന്തിനാ പറഞ്ഞത്? അള്ളാഹ് പറഞ്ഞല്ലോ, വയഅബ്ദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും. ഓർക്കൊരു ഉപകാരം തരൂല എന്ന് ഓർക്കെന്നെ അറിയണേ, അവർക്ക് വേണ്ടി ഒരാളെയും ഉപദ്രവിക്കൂല എന്ന് അവർക്കെന്നെ അറിയുന്ന ഈ പറയുന്ന വിഗ്രഹങ്ങളെ, മഹാന്മാരുടെ പേരിലുള്ള വിഗ്രഹങ്ങളെ ഇവർ ആരാധിച്ചു. എന്നിട്ട് ഓരെന്താ ന്യായം പറഞ്ഞത്?
ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്. അള്ളാന്റെ അരികിൽ. അപ്പോൾ അവർക്ക് അള്ളാഹിനെ കുറിച്ച് പരാമർശം ഉണ്ടോ? ഉണ്ട്. പക്ഷെ അവർക്ക് സമാധാനം ഇല്ല. എന്തുകൊണ്ടില്ല? ഒരു ഈ വർത്താനം പറഞ്ഞുകൊണ്ട്. എന്താ വർത്താനം? അള്ളാന്റെ അരികിൽ ഇവർ ഞങ്ങൾക്ക് പങ്കുകാരാണ്, ഇവർ ഞങ്ങൾക്ക് ശുപാർശക്കാരാണ്, ഞങ്ങളെ കാര്യം ഇവർ പറയും, ഞങ്ങൾ ഇവരോടും പറയും എന്ന് പറഞ്ഞപ്പം അതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരോട് പഠിപ്പിച്ചത്. അപ്പൊ റസൂലുള്ള ഓതി അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിനെ കൊണ്ടുള്ള ഓർമ്മയിലൂടെ മാത്രമാണ് മനുഷ്യന്മാർക്ക് സമാധാനം ലഭിക്കുന്നത് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ? അള്ളാനെ മാത്രം ഓർക്കുന്നതിലൂടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പം അതിന്റെ കൂടെ പറയുന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് അള്ളാനെ ആരാധിക്കുന്ന പോലെ, അള്ളാനോട് പ്രാർത്ഥിക്കുന്ന പോലെ മുഹമ്മദ് നബിയോടും പ്രാർത്ഥിക്കാം എന്ന അർത്ഥത്തിലല്ല എന്ന് നമുക്കറിയാലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് നമ്മൾ ചേർത്ത് പറയുമ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് മഅന എന്താണ്? ആരാധനക്കർഹൻ അല്ലാഹ് മാത്രമാണ്. മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതരാണ്, അള്ളാഹ് അയച്ചവരാണ്. എന്തിനയച്ചു? നേരത്തെ ഞാൻ പറഞ്ഞ അള്ളാഹ്ക്കുള്ള ആരാധന ഞാൻ എങ്ങനെ നിർവഹിക്കണം എന്ന് പഠിപ്പിക്കാനല്ലാതെ റസൂലിനെ ആരാധിക്കാനല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇടതേടാനല്ല, അവിടത്തോട് പ്രാർത്ഥിക്കാനല്ല. ഇതാണ് കൃത്യമായ തൗഹീദ് എന്ന് പറഞ്ഞാൽ. ഇതാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ. ഇതിന് വിരുദ്ധമായ റസൂലിനോട് ഒരാൾ പ്രാർത്ഥിച്ചാൽ, റസൂലിനോട് പ്രാർത്ഥിച്ചാൽ കുഴപ്പമില്ല എന്ന് വിശ്വസിച്ചാൽ അതാണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ. അപ്പൊ മക്കാ മുശ്രിക്കിനെ സംബന്ധിച്ച് അവരന്ന് പ്രാർത്ഥിച്ച റസൂല് ഇബ്രാഹിം നബിയായിരുന്നു, അവരന്ന് പ്രാർത്ഥിച്ച റസൂല് ഇസ്മായിൽ നബിയായിരുന്നു, അവരന്ന് പ്രാർത്ഥിച്ചിരുന്ന വലിയ വദ്, സുവാ, യഗൂത്ത്, യഊഖ്, നസ്ർ പോലുള്ള ഔലിയാക്കന്മാരായിരുന്നു. ഇവരോടും പ്രാർത്ഥിക്കും, അള്ളാഹിനോടും പ്രാർത്ഥിക്കും. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഖൗമി അബ്ദുല്ലാഹ്, സമുദായമേ നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കൂ. യാ ഖൗം ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്ക് അർഹൻ അല്ലാഹ് മാത്രമാണെന്ന വാദം, ആ ആശയം നിങ്ങൾ പ്രഖ്യാപിക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. തുഫ്ലിഹു, നിങ്ങൾക്ക് ജയിക്കാം, നിങ്ങൾക്ക് വിജയിക്കാം, നിങ്ങൾക്ക് അന്തസ് വരും, അഭിമാനം വരും, ഇപ്പോൾ ഉള്ളതിനേക്കാളും മേലെ നിങ്ങളുടെ സ്ഥാനം എത്തിച്ചേരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. പക്ഷെ ഇവർക്ക് അത് അംഗീകരിക്കാൻ പറ്റിയില്ല. ഒരു പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹം മഹാനാണ്, അദ്ദേഹത്തിന് വിട്ടിട്ടൊരല്ല ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിനെ മറന്നിട്ടൊരല്ല നമുക്കില്ല. അപ്പൊ റസൂൽ പറഞ്ഞു, അദ്ദേഹത്തിനെ മറക്കണ്ട, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ മറക്കണ്ട. പക്ഷെ അദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോഴും ഓർക്കുമ്പോഴും അല്ല പറഞ്ഞ രൂപത്തിൽ ഓർക്കണം. അപ്പൊ പറഞ്ഞു, എന്താ അല്ല പറഞ്ഞ രൂപത്തിൽ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാനെ മാത്രമേ ആരാധിച്ചിട്ടുള്ളൂ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചത് അതിന്റെ പേരിലാണ്. അത് പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് ജനങ്ങൾ പീഡിപ്പിച്ചത്. ആ കഥയൊക്കെ റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തു. വിശുദ്ധ ഖുർആനിൽ പല തവണകളായിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കഥ വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് സൂചിപ്പിച്ചത് ഈ മക്കാ മുശ്രിക്കിനെ അഭിസംബോധന ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പലപ്പോഴായി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കഥ അല്ല പറഞ്ഞ് ആ കഥകൾ റസൂലുള്ളാഹി ഇവർക്ക് ഓതിക്കൊടുത്തത് അവർ കേൾക്കുന്നു. അവർ കേൾക്കുമ്പം ഒരു കേട്ടുകൊണ്ടിരിക്കുന്ന റസൂലുള്ളാഹിന്റെ വായിൽ നിന്ന് ഒരു കേൾക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിന്റെ നേരെ പകർക്ക് ഇന്നിപ്പോ ഈ ഞങ്ങൾ എറിഞ്ഞുകൊണ്ടിരിക്കണ, ഞങ്ങൾ പരിഹസിച്ചുകൊണ്ടിരിക്കണ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാൽ ഞങ്ങൾ മക്കാ മുശ്രിക്ക് പറയാണ്, അവര് വാദിച്ചുകൊണ്ടിരിക്കുന്ന ഇബ്രാഹിം നബിയോ അള്ളാഹുവിലേക്ക് ഞങ്ങൾക്ക് ശുപാർശകനായ ഒരു ഇബ്രാഹിം നബി, അള്ളാഹുവിലേക്ക് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഏൽപ്പിക്കാൻ പറ്റിയ ഒരു ഇസ്മായിൽ നബി, ജീവിതത്തിൽ ഒരു ബിസിനസ് തുടങ്ങുമ്പം, ഒരു കല്യാണം ആലോചിക്കുമ്പം, ഒരു യാത്ര തുടങ്ങുമ്പം ഞാൻ തുടങ്ങണോ വേണ്ടേ എന്ന് എന്റെ ഭാവി പ്രവചിക്കുന്ന ഒരു ഇസ്മായിൽ നബി. ഇതാണ് മക്കാ മുശ്രിക്ക് ആ രൂപത്തിൽ മനസ്സിലാക്കിയത്. അപ്പൊ അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതല്ല ഇബ്രാഹിം നബി. അള്ളാഹ് തീർപ്പ് കൽപ്പിച്ചു, ഇന്ന ഇബ്രാഹിമ മാ കാന ഇബ്രാഹിമു യഹൂദിയ്യം വലാ നസ്റാനിയ. ജൂതന്മാരും പറഞ്ഞു ഇബ്രാഹിം നബി ഞങ്ങളെ ആൾക്കാരാണ്. ക്രിസ്ത്യാനികളും പറഞ്ഞിരുന്നു ഇബ്രാഹിം നബി ഞങ്ങളെ പാർട്ടിയാണ്, ഞങ്ങളാണ് ഇബ്രാഹിം നബിന്റെ അനുയായികൾ. മുശ്രിക്കും പറഞ്ഞിരുന്നു. അപ്പൊ അല്ലാഹ് പറയുന്ന മാ കാന ഇബ്രാഹിമു യഹൂദിയ്യം വലാ നസ്റാനിയ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമാ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം യഹൂദിയല്ല, നസ്റാനിയല്ല, അദ്ദേഹം ശുദ്ധ മുസ്ലിമാണ്,
അള്ളാഹുവിനെ മാത്രം ആരാധിച്ച ഷിർക്കിന്റെ എല്ലാ വകുപ്പുകളെയും ഉപേക്ഷിച്ച മുസ്ലിമാണ്. വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ഷിർക്ക് ചെയ്യുന്നവനുമായിരുന്നില്ല. ഇന്ന ഔലന്നാസി ബി ഇബ്രാഹീമ ലല്ലദീന തബഊഹു വഹാദൻ നബിയ്യു വല്ലദീന ആമനൂ. അതുകൊണ്ട് ഇബ്രാഹിം നബിയോട് ഏറ്റവും ബന്ധം ചേർക്കാൻ അവകാശമുള്ളത് അദ്ദേഹത്തിന്റെ ആദർശത്തെ പിന്തുടർന്നവർക്കാണ്, ഈ നബിക്കാണ്, ഈ നബിയിൽ വിശ്വസിച്ചിട്ടുള്ള സഹാബത്തിനാണ് എന്ന് അള്ളാഹു തീർപ്പ് ഏൽപ്പിച്ചു കൊടുക്കാണ്. പക്ഷെ ഒരു അതും അംഗീകരിക്കില്ല, കാരണം അവർക്ക് ഖുർആനിൽ വിശ്വാസമില്ലല്ലോ. പക്ഷെ എന്നാണോ അവർക്കാണ് ക്ലിക്ക് ആവുന്നത് അന്ന് ഇവർ ഒന്നായിട്ടാണ് വിശ്വസിക്കുക ചെയ്തത്. അവർ ഓരോന്നും നിഷേധിക്കും. അള്ളാഹിന്റെ റസൂല് പറയുന്ന ഓരോന്നിനെയും അതാത് ഇറങ്ങുന്ന ആയത്തുകളൊക്കെ തള്ളുമ്പോഴും ആ ആയത്തിന്റെ ബലം ഓരോ കൽബ് കാണ്ടും തള്ളുണ്ട്. അതുകൊണ്ട് ഇന്ന് നിഷേധിക്കണ പവർ നാളെ ഉണ്ടാവില്ല, മറ്റന്നാളെ പവർ ഒന്ന് കുറയും, പിന്നെ മിണ്ടാട്ടം മുട്ടും. അടുത്ത ദിവസം ഇയാൾ പറയാണ് ഞാൻ നിങ്ങളെ കൂടെ ഉണ്ട് എന്ന് റസൂലിന്റെ അടുത്ത് വരികയാണ്. വരുമ്പോൾ എന്താ വിശ്വസിക്കുന്നത്? ഇതുവരെ നിഷേധിച്ചതല്ല, ഒന്നായിട്ട് വിശ്വസിച്ചിട്ടാണ് ഒരു സഹാബിയാവണ്. അതുകൊണ്ട് അടുത്ത ദിവസം അദ്ദേഹത്തിന് വേളറിയാൻ പറ്റുന്നത്. ആ അടുത്ത ദിവസം മുസ്ലിമായി പിറ്റത്തെ ദിവസം ഈ സഹാബി ദാവത്തിനിറങ്ങാൻ അദ്ദേഹത്തിന് ഇവിടെ അറിവ്. കാരണം നിഷേധിക്കണ കാലത്ത് കുറെ പഠിച്ചിട്ടുണ്ട്. എന്ത് നിഷേധിക്കണമെങ്കിൽ അത് കേൾക്കണമല്ലോ. ആ കേൾക്കണമൊക്കെ കൽബിലയക്കണ പക്ഷെ തള്ളലിന്റെ സ്ട്രോങ് കുറയും, ചിന്ത കൂടും. ചിന്ത കൂടിയപ്പം കാര്യങ്ങൾ മനസ്സിലായി. പിറ്റേന്ന് പ്രഖ്യാപിച്ചു, റസൂലിന്റെ കൂടെ ചേർന്നു. അടുത്ത ദിവസം മുതൽക്ക് അദ്ദേഹം പിന്നെ ആളുകളോട് ഈ ദീനും തൗഹീദും പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഈ ദീനിൽ സംബന്ധിച്ച് പരിശോധിക്കുകയാണ്, ആളുകളോട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ക്ഷണിക്കുകയാണ്, ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിനോട് അറിവിട്ടിയത് ഈ തള്ളൽ നിന്നാണ്. അതുതന്നെയാണ് ഞങ്ങൾക്കും നിങ്ങളോട് പറയാനുള്ളത്. സഹോദരങ്ങളെ, മുജാഹിദുകൾ എന്ന് പറയുന്ന വിഭാഗം, സലഫികൾ എന്ന് പറയുന്ന വിഭാഗം, ആ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം പല രൂപത്തിലുള്ള ആരോപണങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടോ. അപ്പൊ ഈ വാല് വെക്കുമ്പോൾ തന്നെ നിങ്ങളൊക്കെ മൈൻഡിൽ ചിലപ്പോൾ ഉണ്ടാവും, ഇത് മറ്റേ മുജാഹിദീങ്ങളാണല്ലോ, നമ്മളെ മഹാന്മാരെ കുറ്റം പറയണേ, മാതാപിതാക്കളും ഇവരൊക്കെ മാല ഓതിയോലൊക്കെ നരകത്തിലാന്ന് പറയണേ, കുറച്ച് ആൾക്കാർ മാത്രം സ്വർഗത്തിലാന്ന് പറയണേ, മഹാന്മാരെ ആദരിക്കാത്ത, അള്ളാഹിനെ സംബന്ധിച്ച് മോശപ്പെട്ടത് പറയുന്ന മഹാന്മാരും മദ്ഹബുകളും ഇല്ലാത്ത ആ ചങ്ങായിമാരാണല്ലോ എന്ന് പറയുമ്പോഴും നിങ്ങളത് പറഞ്ഞിരിക്കെ തന്നെ ഞങ്ങൾ നിഷേധിച്ചോളൂ. നിങ്ങൾ നിഷേധിക്കണമെങ്കിലും ഞങ്ങൾ പറഞ്ഞ് കേൾക്കണമല്ലോ. അങ്ങനെ കേട്ട് നിഷേധിക്കുമ്പോൾ തന്നെ ഈ പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ മംഗലാപുരത്ത് വെച്ചൊരു മുഖാമുഖം നടന്നു. ആ മുഖാമുഖത്തിനനന്തരം അത് കേട്ട മനുഷ്യന്മാർ പലരും വാട്സാപ്പ് വഴിയും മറ്റും എഴുതി വോയിസ് അയച്ചൊക്കെ പറയാണ്, ഞങ്ങളെ സംബന്ധിച്ച് നിഷേധത്തിൻ്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, ഇനി നിഷേധിച്ചടക്കാൻ വയ്യ, കാര്യം ബോധ്യപ്പെട്ടു എന്ന്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ നിഷേധിക്കാനെങ്കിലും ഒന്ന് കേട്ടോക്കിൻ, അത് മനസ്സിൽ കയറിക്കോളും. എന്നിട്ട് ചിന്തിച്ചു നോക്കി. അവിടെയാണ് ഞാൻ ഈ പറയുന്നത്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂൽ അള്ളാനെ മാത്രം പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. ഇബ്രാഹിം നബിനെ കൂടെ പറയാതെ അള്ളാനെ പറഞ്ഞു കൊടുത്ത ഒരു സന്ദർഭമുണ്ട്. അവിടെ മക്കയിലുള്ള മുശ്രിക്കീങ്ങൾ അള്ളാന്റെ കൂടെ ഇബ്രാഹിം നബിനെയും പറഞ്ഞു, ഇതിനെതിരായിക്കൊണ്ട് അവിടെ എതിരായിക്കൊണ്ട് പറഞ്ഞപ്പോഴാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, ഇതേ അച്ച് ഇന്നെവിടെ കാണുന്നത്, എന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിനെയും പറയും, മഹാന്മാരും പറയും. മഹാന്മാരെ വിട്ടിട്ട് നമുക്ക് അള്ളാഹനെ ആലോചിക്കാൻ പറ്റൂല. വിശുദ്ധ ഖുർആൻ ഒരു പേജ് ഓതിയാൽ റിഫാഇ റാത്തീബ് 2 പേജ് ഓതണം. വിശുദ്ധ ഖുർആൻ ഒരു പേജാണെങ്കിൽ മുഹയ്യിദ്ദീൻ റാത്തീബ് 3 പേജ് ഓതണം. അല്ല, അത് മുഴുവൻ ഓതി തീർക്കണം. കുത്തുബിയത്ത് മുഴുവൻ ഓതി തീർക്കണം. എന്താ കുത്തുബിയത്തിലും റിഫാഇ റാത്തീബിലും ഈ പറയുന്ന റാത്തീബുകളിലും ഒക്കെ ഉള്ളതെന്ന് ചോദിച്ചാലോ, ഈ മഹാന്മാരെ കുറിച്ച്, അള്ളാഹിനെ കുറിച്ച് പറഞ്ഞ പോലത്തെ വർത്താനം, അള്ളാഹിനെ തോൽപ്പിച്ച കഥ പറയുന്ന വർത്താനം, അള്ളാഹുവിനെ സംബന്ധിച്ച് പറയേണ്ടത് ഇവരിലേക്ക് ചേർത്ത് വെച്ചു കൊടുക്കുന്ന വർത്താനം. അപ്പൊ ഇത് പാടില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ ചോദിക്കും, അത് മഹാന്മാരെ ആദരിക്കണ്ടേ, മഹാന്മാരെ കൂടെ നിർത്തണ്ടേ, അവരെ കുറിച്ച് പറയാത്തൊരു ഇസ്ലാമും മുസ്ലിങ്ങൾക്കുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്ന എന്താ, ഇതന്നെ ഇനി അന്ന് മക്കത്തെ മുശ്രിക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സഹോദരന്മാരെ, പരിശുദ്ധ ദീനിനെ സംബന്ധിക്കുന്ന ചില ചരിത്രങ്ങളും തത്വങ്ങളും ഒക്കെയാണ്
നിസ്കാരത്തിന് മുമ്പുള്ള സമയത്ത് നമ്മൾ മനസ്സിലാക്കിയത്. നമ്മൾ പറഞ്ഞു വച്ചത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ട്, പരിചയപ്പെടുത്തിയിട്ടുണ്ട്, തൻ്റെ നേതാവായി അറിയിച്ചിട്ടുണ്ട്. മക്കയിലുള്ള മുശ്രിക്കുകളും അതേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തങ്ങളുടെ നേതാവാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവർ തമ്മിൽ വ്യത്യാസപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബിയെ നബിയായി അംഗീകരിച്ചു, നേതാവായി അംഗീകരിച്ചു, അവിടുന്ന് പഠിപ്പിച്ചതുപോലെ അള്ളാഹുവിനെ ആരാധിച്ചു, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അള്ളാഹുവിനോട് സങ്കടം പറഞ്ഞു. മക്കയിലുള്ള മുശ്രിക്കുകൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഞങ്ങളുടെ നേതാവാണെന്ന് പറയുകയും ആ നേതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. നേതാവിൻ്റെ പേരിൽ പ്രതിമയുണ്ടാക്കി ആ പ്രതിമ കഅബാലയത്തിൽ സ്ഥാപിച്ചു. എന്നിട്ട് ആ നേതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പ്രാർത്ഥിച്ചു, അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു നമ്മളെ പരിഗണിക്കുകയില്ല എന്ന് പറഞ്ഞു. രണ്ട് വിഭാഗവും, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും മക്കയിലുള്ള മുശ്രിക്കുകളും പാരമ്പര്യം പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരമ്പര്യം പറഞ്ഞത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ, ഇവർ പറഞ്ഞതും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ. പക്ഷെ രണ്ടുപേരും പറഞ്ഞപ്പോൾ രണ്ട് കോലത്തിലാണ് പറഞ്ഞത്. ഇനി നമ്മൾ അന്വേഷിക്കേണ്ടത് ഇതിൽ ആര് വാദിക്കുന്നതാണ് ശരിയായി വരുന്നത്, ആര് വാദിക്കുന്ന പാരമ്പര്യമാണ് വസ്തുതയോട് യോജിക്കുന്നത്. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിനോട് പാരമ്പര്യം പറയാൻ യോഗ്യതയുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അദ്ദേഹത്തിൽ വിശ്വസിച്ചിട്ടുള്ള സഹാബത്തിനുമാണ്. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത്, അതേ വഇദാ മരിദതു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയായാൽ എൻ്റെ രോഗം ശമിപ്പിക്കുന്നത് അള്ളയാണ്. ഈ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പോലെ സംസാരിക്കുന്നത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പം നിങ്ങൾ നോക്കൂ, പാരമ്പര്യം പറയുന്നുണ്ട്, ആ പാരമ്പര്യത്തിൽ ഒരേ ആളുകളെ രണ്ടുപേരും വാദിക്കുന്നുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തെ അവിടുന്ന് വാദിച്ചതിനെ അള്ളാഹു സാധുവാക്കി കൊടുക്കുന്നു, അവിടത്തേക്ക് വേണ്ടി അള്ളാഹു സംസാരിക്കുന്നു, ആയത്തിറക്കുന്നു. ഇത് ഏത് ചരിത്രത്തിലും നമുക്ക് കാണാൻ പറ്റും. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, നമുക്കറിയാം നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്നതിന് മുമ്പ് ലോകത്തെ സംബന്ധിച്ചുള്ള ലോകത്തിന്റെ ചരിത്രം ആദം നബി അലൈഹിസ്സലാമും മക്കളുമാണ്. ആദം നബി അലൈഹിസ്സലാം കടന്നു വരുന്നു. ആദം നബി അലൈഹിസ്സലാമിന്റെ ഇണയായി അള്ളാഹു ഹവ്വാഇനെ സൃഷ്ടിക്കുന്നു. അവരിൽ നിന്നായി ആളുകളെ ഈ ലോകത്ത് വ്യാപിപ്പിക്കുന്നു. ആ മനുഷ്യന്മാരൊക്കെ ഈ ലോകത്ത് ജീവിക്കുന്ന സന്ദർഭത്തിലൊക്കെ അവരെല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രമാണ് വിളിച്ച് പ്രാർത്ഥിച്ചത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം, പണ്ഡിതന്മാരുടെ റിപ്പോർട്ടുകളിൽ കാണാം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് ആ മനുഷ്യന്മാരുടെ ഷഹാദത്ത് കലിമ തന്നെ എന്താണ്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹൻ. പിന്നെ ആദം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് വ അന്ന ആദമ നബിയുല്ലാഹ്, ആദം നബി അലൈഹിസ്സലാം അള്ളാന്റെ നബിയാണ്, അല്ലെങ്കിൽ റസൂലുള്ളാഹ്. ആദം നബി അലൈഹിസ്സലാം അള്ളാന്റെ റസൂലാണ്. രണ്ടാം അഭിപ്രായം. കാരണം പണ്ഡിത ലോകത്ത് പണ്ഡിതന്മാർ പറഞ്ഞ ആദം നബി ഒന്നുകിൽ നബിയാണ് അല്ലെങ്കിൽ റസൂലാണ്. നബിയും റസൂലും അങ്ങനെ ഉണ്ടാവുമല്ലോ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മൾ പറയല് മുഹമ്മദ് നബി നബിയുമാണ് റസൂലുമാണ് എന്ന് പറയും. ആദം നബി അലൈഹിസ്സലാമോ, ആദം നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് പറയപ്പെട്ടിട്ടുള്ളത് അദ്ദേഹം നബിയാണ്, റസൂലല്ല. എന്നാൽ ആദ്യത്തെ റസൂല് അത് നൂഹ് നബി അലൈഹിസ്സലാമാണ്. ആദ്യത്തെ റസൂൽ. എന്താ റസൂൽ എന്ന് പറയുമ്പം ഒരു സമുദായം പേച്ചിട്ട് ആ സമുദായത്തിനെ നന്നാക്കാൻ വേണ്ടി ആദ്യമായി പറഞ്ഞയക്കപ്പെട്ട ഒന്നാമത്തെ റസൂൽ അത് നൂഹ് നബി അലൈഹിസ്സലാമാണ്. അതേസമയം ആദം നബി വന്നപ്പോൾ പിഴക്കാൻ ഇവിടെ സമുദായമില്ല. ആദം നബി അലൈഹിസ്സലാമിന് ശേഷമാണ് സമുദായം വന്നത്.
ആ സമുദായമാവട്ടെ ആദം നബി അലൈഹിസ്സലാം പഠിപ്പിച്ച പോലെ അല്ലാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന രൂപത്തിൽ ആ ശിർക്കില്ലാതെ തൗഹീദിലായിക്കൊണ്ട് ജീവിച്ചിരുന്നവരാണ്. അങ്ങനെ ആദം നബി അലൈഹിസ്സലാമിന് ശേഷം 10 തലമുറകൾക്ക് ശേഷമാണ് നൂഹ് നബി അലൈഹിസ്സലാം കടന്നു വരുന്നത്. നൂഹ് നബി അലൈഹിസ്സലാമിനെ അള്ളാഹു പറഞ്ഞേക്കാനുള്ള പ്രത്യേക സാഹചര്യത്തെക്കുറിച്ച് ചരിത്രത്തിൽ നമുക്ക് കാണാം, റിപ്പോർട്ടുകളിൽ കാണാം. അതേ നൂഹ് നബി അലൈഹിസ്സലാം വരുന്ന സന്ദർഭത്തിൽ പ്രബോധനത്തിന് കടന്നു വന്നപ്പോ ആ പ്രബോധിത വിഭാഗം ആരാധിച്ചിരുന്ന, അവർ സങ്കടം പറഞ്ഞിരുന്ന, മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന 5 പ്രധാന വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ആ വിഗ്രഹങ്ങൾ കേവലം കല്ലുകളല്ല, കേവലം പ്രതിമകളല്ല, മറിച്ച് റിജാലിൻ സാലിഹീന മിൻ ഖൗമി നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തിൽ ജീവിച്ചിരുന്ന സജ്ജനങ്ങളായ ആളുകളുടെ പേരുകളാണ് ഈ 5 പേരുകൾ. വദ്, സുവാ, യഗൂസ്, യഊഖ്, നസ്ർ. ഈ 5 വിഗ്രഹങ്ങളെ, 5 മഹാന്മാരെ ഇവര് അതാ പ്രാർത്ഥിക്കുന്നു, അവരോട് പ്രാർത്ഥിക്കുന്നു, അവരോട് സഹായം ചോദിക്കുന്നു, അവരോട് സങ്കടം പറയുന്നു. അങ്ങനെ ശിർക്ക് വ്യാപകമായിട്ടുള്ള ഒരു സമുദായത്തിലേക്കാണ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്നത്. അവരോട് പറഞ്ഞു, യാ ഖൗമി ഉബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. സമുദായമേ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം. ആ റബ്ബല്ലാത്ത ഒരു ആരാധ്യൻ, യോഗ്യതയുള്ള ഒരു ആരാധ്യൻ മറ്റൊരാളും നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞപ്പോ ഈ നൂഹ് നബി അലൈഹിസ്സലാമിനോട് ഈ സമുദായത്തിന്റെ നേതാക്കന്മാര് കടന്നു വന്ന് കൊടുത്ത മറുപടികൾ പലതാണ്. ആ പറഞ്ഞ മറുപടികളിൽ അല്ലാഹു സൂറത്തുൽ മുഅ്മിനൂനിൽ സൂചിപ്പിച്ച ഒരു വാചകം, ഫഖാലൽ മലഉൽ ലദീന കഫറൂ മിൻ ഖൗമിഹി. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തിൽപ്പെട്ട സത്യനിഷേധികളിലെ നേതാക്കന്മാര് പറഞ്ഞു, മഹാദാ ഇല്ലാ ബശറും മിഥുലുക്കും. ഈ നൂഹ് നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ മാത്രമാണ്, അവൻ നബിയല്ല. യുരീദു അൻ യതഫല്ലല അലൈക്കും. നിങ്ങളെ മുമ്പിൽ ആളാവാനാണ് അവൻ വിചാരിക്കുന്നത്, നിങ്ങളുടെ നേതാവാനാണ് അവൻ കൊതിക്കുന്നത്. വലൗ ശാ അല്ലാഹു ലഅൻസല മലായിക. അല്ലാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന പണി തെറ്റായിരുന്നുവെങ്കിൽ, നമ്മൾ ഈ ചെയ്യുന്ന പണി പിഴച്ചതായിരുന്നുവെങ്കിൽ നമ്മളെ നന്നാക്കാൻ അല്ലാഹു മലക്കിനെ പറഞ്ഞേക്കൂലായിരുന്നു. നമ്മൾ ഈ ചെയ്യുന്നത് പാപമാണെങ്കിൽ ഇതിനെതിരെ നടപടിയെടുക്കാനും നമ്മളെ ഉപദേശിക്കാനും മലക്കിനെ പറഞ്ഞേക്കണ്ടേ? ഇങ്ങനെയുള്ള മനുഷ്യന്മാരാണോ നബിമാരാവേണ്ടത്? അതുകൊണ്ട് മാ സമിഅനാ ബിഹാദാ ഫി ആബാഇനൽ അവ്വലീൻ. ഒരു പാരമ്പര്യം പറഞ്ഞു, നമ്മുടെ മുൻഗാമികളുടെ കൂട്ടത്തിൽ ഇങ്ങനൊരു വാദം ഞങ്ങൾ കേട്ടിട്ടില്ല. നൂഹ് നബിന്റെ സമുദായം പറഞ്ഞ മുൻഗാമി ആരാവും? വല്ലാതൊന്നും പോണില്ല. ആദം നബി അലൈഹിസ്സലാമും അദ്ദേഹത്തിൽ നിന്ന് ദീന് പഠിച്ച 10 തലമുറയും. ആ 10 തലമുറയിലെ പ്രധാനികളാണ് ഈ 5 ആള്. വദ്, സുവാ, യഗൂസ്, യഊഖ്, നസ്ർ എന്ന് പറഞ്ഞാൽ ഈ സമുദായത്തിന് ദീന് പഠിപ്പിച്ചു കൊടുത്തിരുന്ന ആദം നബി അലൈഹിസ്സലാമിന്റെ ദീനിന്റെ കാവലാളുകളായി ഈ സമുദായത്തിൽ അറിയപ്പെട്ടിരുന്ന 5 മഹാന്മാരാണ്. ആ മനുഷ്യന്മാരെ കുറിച്ച് ഇവര് പറയാ, ഓര് ഞങ്ങൾ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല എന്ന്. എന്ത് പഠിപ്പിച്ചിട്ടില്ല? ഇങ്ങനൊരു നബി മനുഷ്യനായിട്ട് വരുന്നും അള്ളാനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം എന്നതും അല്ലല്ലാത്തവനോട് വിളിച്ച് പ്രാർത്ഥിക്കൽ തെറ്റാണ് എന്നും അല്ലല്ലാത്തവനോട് സങ്കടം പറയുക, മമ്പറന്തങ്ങളോട് വിളിക്കുക. അപ്പൊ നമ്മളെ നാട്ടിലുള്ള മോഡൽസ് അതാണല്ലോ. CM മടവൂര് ലോകത്തിന്റെ നിയന്ത്രിക്കുന്നയാളാണ്, ലോകത്തിന്റെ പടച്ചോനാണ് എന്നൊക്കെ പറയാ. അന്ന് ഓര് പറഞ്ഞു, വദ്, സുവാ, യഗൂസ്, യഊഖ്, നസ്ർ, ഓരൊക്കെയാണ് നമ്മളെ സഹായിക്കുന്നത്, ഓരൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടു പോണത്, സങ്കടമൊക്കെ ഓരോടാ പറയേണ്ടത് എന്ന് പറഞ്ഞപ്പം അത് തെറ്റാണ്, ശിർക്കാണ്. ഈ നിലക്ക് നിങ്ങൾ മരണപ്പെട്ടു പോയാൽ നിങ്ങളുടെ ആഖിറം ഫസാദായി പോകും എന്ന് നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞപ്പോ ഇവര് പറയുന്നു, മാ സമിഅനാ ബിഹാദാ ഫി ആബാഇനൽ അവ്വലീൻ. പൂർവികന്മാരുടെ കൂട്ടത്തിലൊന്നും ഇങ്ങനൊരു വർത്താനം ഞങ്ങൾ കേട്ടിട്ടില്ല. സംഗതി ഒരർത്ഥത്തിൽ ഒരു പറഞ്ഞ് ശരിയാ, ഒരർത്ഥത്തിൽ തെറ്റുമാണ്. എന്താ ഒരർത്ഥത്തിൽ ഒരു പറഞ്ഞ ശരി എന്ന് പറഞ്ഞ്? കാരണം ഇവര് നോക്കിയപ്പം ജീവിച്ചിരിക്കണം ഇവരെ വാപ്പാരൊക്കെ ഇവരിപ്പം എന്താണോ ചെയ്യണ അവർത്താന പറഞ്ഞിന്, ഇവരിപ്പം എന്താണോ ചെയ്തിരുന്നത് അതാ ചെയ്തിരുന്നത്. കാരണം ഇവർ ജീവിച്ചിരിക്കുന്ന സമയത്തുള്ള ഓരോ വാപ്പാരാണ് ഇവർക്ക് ഈ വിഗ്രഹങ്ങളെ പരിചയപ്പെടുത്തി കൊടുത്തത്. ആ വാപ്പാര ഇവർ കാണുന്നത് എങ്ങനെയാണ്?
ഈ ബാപ്പാരുണ്ട്, ഈ വിഗ്രഹങ്ങൾ എടുത്ത് പോകുന്നു, അവിടെ അതിൻ്റെതായ മഠങ്ങളിൽ ചെയ്യേണ്ട കുറേ കർമ്മങ്ങൾ ചെയ്യുന്നു, ഇതിനോട് സങ്കടം പറയുന്നു, മക്കളെ കൊണ്ടുവരുന്നു. ആ മക്കള് ജനിക്കുന്ന ഓരോ മനുഷ്യന്മാരും തൻ്റെ കുഞ്ഞിനും കൊണ്ട് കൈ പിടിച്ച് ഈ മഠങ്ങളിൽ കൊണ്ടുവന്ന് ഈ ആരാധനാ രീതികൾ പരിചയപ്പെടുത്തുന്നു. അങ്ങനൊരു രീതിയാണ്. അപ്പോൾ ഒരു കാണുന്ന വാപ്പാരിപ്പം എന്താ, ഒരു കാണുന്ന വാപ്പാര് ഈ പറഞ്ഞ രൂപത്തിൽ ഇതൊക്കെ ചെയ്യാണ്. ആ വാപ്പാരൊന്നും നൂഹ് നബി പറഞ്ഞ ഈ വർത്താനം പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടില്ല. അപ്പൊ ആ അർത്ഥത്തിൽ അത് ഹക്കാണോ ചോദിച്ചാൽ ഹക്കാണ്. പക്ഷേ ഒരു പറയേണ്ടിയിരുന്ന വാപ്പാരേനു ആദം നബി അലൈഹിസ്സലാമാണ്. ഒരു പറയേണ്ടിയിരുന്ന വാപ്പയും ഒരാദ്യം സ്ഥാനം കൊടുക്കേണ്ട പിതാവുമാരായിരുന്നു ആദം നബി അലൈഹിസ്സലാമായിരുന്നു. അപ്പോൾ ആദം നബിക്കും സ്ഥാനം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരെങ്ങനെ സ്ഥാനം കൊടുത്തത്? ഒരു മുന്നിക്കണ്ട വാപ്പാരെ വിലയിരുത്തിയിട്ട് പറഞ്ഞു ഇതന്നെയാണ് ആദം നബിയും പഠിപ്പിച്ചത്. കാരണം മുന്നിക്കണ്ട വാപ്പാരെന്താ ചെയ്തത്? ഈ വിഗ്രഹങ്ങളുടെ ആളുകളായി. എങ്കിൽ ഇത് തന്നെയാണ് ആദം നബി അലൈഹിസ്സലാമും പഠിപ്പിച്ചത്. അപ്പോൾ ഓല് ചിന്തിച്ചില്ല ഈ വദ് സുവാ യൗത്ത് യൗക്ക് നസർ ഇതിന്റെ കൂട്ടത്തിൽ ആദം നബി ഇല്ല. 2 ആദം നബി ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നൊരു വിഗ്രഹം ഈ കൂട്ടത്തിലില്ല. ഇതൊന്നും അവർക്ക് ചോദിക്കാനില്ല, അതിലൊന്നും ഒരു ചിന്തിക്കണില്ല. ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ നമ്മളെ പിതാക്കന്മാർക്ക് നമുക്ക് കിട്ടിയത്, നമ്മൾ അതിമേൽ നിൽക്കും എന്നറിഞ്ഞു. ഇനി അതേ കാര്യം മക്കയിലുള്ള മുശ്രിക്കീങ്ങളും പറഞ്ഞു. മക്കത്തെ മുശ്രിക്കീങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പാരമ്പര്യം പറഞ്ഞിട്ട് ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ് ഞങ്ങൾക്ക് ഈ വിഗ്രഹാരാധന പഠിപ്പിച്ചത് എന്ന് പറയും. അതെന്താ അങ്ങനെ? കാബ ഉണ്ടാക്കിയാരാ? ഇബ്രാഹിം നബി. അപ്പൊ കാബയിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ആരുതാവും? ഇബ്രാഹിം നബിന്റെ ആവും. അപ്പൊ കാബയിലല്ലേ ഈ 300 ചില്ലാനം പ്രതിമകളും വിഗ്രഹങ്ങളും കാണുന്നു? അതെ, അപ്പൊ അതും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആദർശമാണ്. എന്താ തെളിവ്? കണ്ടോ, നമ്മളെ മുമ്പ് ജീവിച്ച തലമുറക്ക് എങ്ങനെയായിരുന്നു? അങ്ങനെ തന്നെയല്ലേ? ഈ വിഗ്രഹത്തിന്റെ ആളുകളല്ലേനോ? എങ്കിൽ ആ കരയുന്ന കാര്യം അതങ്ങനെ പോയി കണ്ണിമുറിയാതെ ആദം നബിയിലേക്ക് അല്ലെങ്കിൽ ഇബ്രാഹിം നബിയിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെയാണ് പാരമ്പര്യം. എന്നാ ഈ കാലഘട്ടത്തിൽ ചോദിച്ചാലും ഇപ്പൊ സലഫികളെ സംബന്ധിച്ച് സലഫികൾ മാല ചൊല്ലൂല, മൗലിദ് ചൊല്ലൂല, അല്ലാഹു അല്ലാത്ത മനുഷ്യന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കൂല, മഹാന്മാരുടെ ഖബറുകൾ പ്രത്യേകം കെട്ടിപ്പൊക്കി ആദരിക്കൂല. ആ കെട്ടിപ്പൊക്കുക എന്ന ഒരു ആദരവ് ഇസ്ലാമിൽ ഇല്ലാന്നാണ് സലഫികൾ പറയുന്നത്. അങ്ങനെ അവിടേക്കൊരു പ്രത്യേക സിയാറത്ത് ടൂറ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സിയാറത്തിനെ ടൂറാക്കുന്ന പരിപാടി സലഫികൾക്കില്ല. അപ്പൊ ഇതിനൊക്കെ ചോദിക്കുമ്പം നമ്മളെ വാപ്പാനും കാര്യങ്ങളൊക്കെ പണ്ട് ഇതൊക്കെ ചെയ്യണില്ലേ? ഈ ജാറ നിങ്ങളെ കാലത്തോ ഞങ്ങളെ കാലത്തോ ഉണ്ടാക്കിയതല്ലല്ലോ, ഈ ജാറൊക്കെ കുറെ മുമ്പേ ഇല്ലേ എന്ന് ചോദിക്കും. അപ്പൊ ഉത്തരം ശരിയാണ്. അപ്പൊ ഈ ജാറൊക്കെ ഉണ്ടായിക്കണമെങ്കിൽ അത് ആരുണ്ടാക്കിയേ? അത് ഈ പറഞ്ഞ നമ്മളെ വാപ്പാരും കാരണന്മാരൊക്കെയാണ്. എങ്കിൽ അതിങ്ങനെ കണ്ണി മുറിയാതെ പോയി ഇത് എവിടെ എത്തുന്നത്? ഇത് അള്ളാഹിന്റെ റസൂലിന്റെ അരികിലാണ് എത്തുന്നത് എന്ന് പറഞ്ഞാൽ റസൂലാണ് ജാറം കെട്ടിപ്പൊക്കിയത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് മാല മൗലൂദ് ഓതാൻ പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് എന്ന് വരണം. അപ്പൊ അടുത്ത ചോദ്യം വരും, ഏത് നബിനെ വിളിച്ചിട്ട് റസൂലിനെ പ്രാർത്ഥിച്ച ഏത് പ്രാർത്ഥനയുള്ളത്, ഏത് ഹദീസിലുള്ളത്, ഏത് ആയത്തിലുള്ളത്? അല്ല, അങ്ങനല്ല എന്നറിയും, എന്നാൽ നല്ലതാണ് അറിയും. അപ്പൊ ഈ പറഞ്ഞ പാരമ്പര്യമോ? അപ്പൊ നല്ലത് അറിയാൻ പറ്റൂലല്ലോ. പാരമ്പര്യം വരികയാണെങ്കിൽ ചരിത്രം കൊണ്ട് എന്ത് വരണം, ആയത്ത് കൊണ്ട് എന്ത് വരണം, ഹദീസ് കൊണ്ട് എന്ത് വരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാരായ ഏതെങ്കിലും നബിമാരെ വിളിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഒരു കഥ വരണം, പ്രാർത്ഥിച്ചൊരു വരി വരണം, ഒരു ഉദാഹരണം വരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിപ്പൊക്കിയ ഒരു ജാറം പാരമ്പര്യത്തിന് വേണ്ടി ഒന്നെങ്കിലും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിയാറത്ത് ടൂർ പഠിപ്പിക്കാൻ വേണ്ടി അങ്ങനെ സഞ്ചരിച്ച ഏതെങ്കിലും ഒരു നബിയുടെ ഖബർ വേണം. അങ്ങനൊക്കെ ഉണ്ടാവുമല്ലോ. ആ ഏത് ഖബറാണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഇല്ല എന്നറിയും. പിന്നെ അത് പണ്ടൊക്കെ വണ്ടേ ഉള്ളതാന്നും പറയും. അപ്പൊ ഇത് വൈരുദ്ധ്യമല്ലേ ചോദിച്ചാൽ ഹക്കായിട്ടും ഇത് വൈരുദ്ധ്യമാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പാരമ്പര്യം എന്ന് പറയുമ്പം അതുള്ളതാണ്. ആ ഉള്ള പാരമ്പര്യത്തിന് നമ്മൾ ചരിത്രം പറയുമ്പം ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞാലും അവിടുന്ന് ഇങ്ങോട്ട് പറഞ്ഞാലും എത്തേണ്ടത് നബിൻ്റെ അടുത്തേക്കാ. അപ്പം നമ്മൾ ഖുർആനോത്തിന്റെ പാരമ്പര്യം പറയാം. നമ്മൾ ഖുർആൻ ഓതിയവരാണ്. നമ്മൾ ഖുർആൻ ഓതുമ്പം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതുമ്പം ബിസ്മില്ലാഹി അല്ലാഹി എന്നാ പറയല്. അതേ സന്ദർഭത്തിൽ നമ്മൾ ആയത്തുൽ കുർസി ചൊല്ലുമ്പം അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ എന്ന് പറയാറില്ല, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ എന്നാണ് പറയുന്നത്. കാരണം നമ്മൾ അല്ലാഹു എന്ന് തഫ്ഹീമാക്കി പറയാറുണ്ട്, അല്ലാഹി എന്ന് ബീബായി കസർ വന്നു കഴിഞ്ഞാലും പറയലുണ്ട്. എവിടുന്ന അപ്പം മാറ്റം? ഒരാൾക്ക് ഇപ്പം അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലയ്യുൽ ഖയ്യൂം എന്ന് പറഞ്ഞപ്പോൾ എന്താ തിരക്കട് ചോദിച്ചാൽ നമ്മൾ പറയും അങ്ങനെ ഓതേണ്ടത് ആരാ പഠിപ്പിച്ചത്? ഉസ്താദാണ്. അത് പറഞ്ഞ് എവിടെ എത്തല്? അള്ളാഹിന്റെ റസൂലിലേക്ക് എത്തും.
ആ പാരമ്പര്യം ഇപ്പൊ നമ്മൾ എവിടുന്നാ പറഞ്ഞു വെച്ചാൽ ഇവിടുന്ന് തന്നെയാണ് അങ്ങോട്ട് പറഞ്ഞത്. എങ്ങനെയാടാ നിസ്കാരം പഠിച്ചത്? ഉസ്താദ് പഠിപ്പിച്ചു തന്നു, ബാപ്പിയമ്മയും പഠിപ്പിച്ചു തന്നു. അതങ്ങനെ എറിഞ്ഞ് എത്തുന്നത് എവിടേക്കാണ്? അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക്. അപ്പൊ പാരമ്പര്യം ഇവിടുന്ന് പറഞ്ഞാലും അവിടുന്ന് ഇങ്ങോട്ട് പറഞ്ഞാലും എല്ലായിടത്തും കേന്ദ്ര ബിന്ദു അത് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പക്ഷേ ഇവിടെ പാരമ്പര്യത്തിന്റെ പേരിൽ പറയുന്ന പലതിനും ഇവിടുന്ന് എണ്ണി നോക്കുമ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അഡ്രസ് എത്തുന്നില്ല. അതിന് കുറേ ബൈപ്പാസും കട്ട്റോഡും ചിലതൊക്കെ വയ്യന്നില്ല, മലമ്പാത താണ്ടി അങ്ങനെ പോയി എവിടോ എത്തി നിൽക്കുന്ന കുറേ ചരിത്രങ്ങളും ആചാരങ്ങളുമാണ് ഇന്ന് സൂഫിസത്തിന്റെ പേരിൽ മുസ്ലിം സമുദായത്തിനെ പിടികൂടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് സലഫികൾ ഇത്തരം വിഷയങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾ അന്വേഷിച്ച് നോക്കി. നിങ്ങൾ ഏത് കാര്യം ഇപ്പൊ ഈ സലഫികളും അതുപോലെ സമസ്തക്കാർ സൂഫികൾ നമുക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ് ഇപ്പൊ നമ്മൾ നിസ്കരിച്ച ഇഷ. ഇപ്പൊ നമ്മൾ നിസ്കരിച്ച ഇഷായിൽ ആർക്കെങ്കിലും തർക്കമുണ്ട് എന്ന് പറഞ്ഞ ചേകന്നൂർ നമ്മൾ പുറത്താക്കി. അതിൽ ഏതെങ്കിലും ഒരാൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? ചേകന്നൂരിനെ പുറത്താക്കണം എന്നുള്ള വിഷയത്തിൽ 5 വക്കത്ത് നിസ്കാരമുള്ളടുത്ത് 3 ഉള്ളൂ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ല എന്നുള്ളടുത്ത് എങ്ങനെ നമ്മളെല്ലാവരും ഒരു തർക്കം ഇന്ന് വരെ നിസ്കാരം 5 ആണെന്നുള്ള വിഷയത്തിൽ ഒരു സംവാദം പോലും നടക്കാണ്ട് എല്ലാവരും ഒത്തത് എങ്ങനെ? ആ ഒത്തിന്റെ അഡ്രസ്സ് തപ്പി നോക്കിയാൽ വിശുദ്ധ ഖുർആനിൽ അതിന്റെ പ്രഖ്യാപനമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് ധൈര്യമായിട്ട് നമുക്ക് പറഞ്ഞൂടെ? നിസ്കാരം 5 ആണ്, അതിൽ ളുഹർ 4 ആണ്, 5 അല്ല. മഗ്രിബ് 3 ആണ്, 6 അല്ല. ഇശാ 4 ആണ്, 3 അല്ല എന്ന് നമ്മൾ പറയും. ഇതാണ് ഇതല്ല എന്ന് പറയും. എവിടെ നമുക്ക് ഈ ഉറപ്പ് കിട്ടിയത്? ഈ ഉറപ്പ് കിട്ടി നമുക്ക് ഇങ്ങനെ ഹദീസ് ഇതാ ഇത്ര നമ്പർ, ഇത്രാമത്തെ ഈ കിതാബിൽ ഇത്ര നമ്പർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റും. അത് സുന്നിക്കും പറയാൻ പറ്റും, മുജാഹിദിനും പറയാൻ പറ്റും. ഒരു തരക്കെടുമില്ല. നമ്മൾ 6236 ആയത്തുകൾ കൂടുന്നില്ല, കുറയുന്നില്ല. വിശുദ്ധ ഖുർആനിൽ നമ്മൾ പാരായണം ചെയ്യുന്നുണ്ട്. സാധാരണ 6666 അറിയും. പക്ഷെ ആ എണ്ണം എണ്ണിയൊക്കെ കണക്കൂട്ടി നമുക്ക് കിട്ടണില്ല. അതൊരു പറച്ചിലാണ് പറഞ്ഞതാണ്. സത്യത്തിൽ ഖുർആനിലെ ആയത്ത് നമ്മൾ എണ്ണി നോക്കിയാൽ കിട്ടും 6236 ആയത്ത്. ആ 6236 ആയത്ത് ഓതണം, അത് ഖുർആനിൽ ഉള്ളതാണ് എന്നതിൽ ഏത് മുസ്ലിമിനാ തർക്കമുള്ളത്? തർക്കമുള്ളോ മുസ്ലിം ആവോ? ആവൂല. ആ മുസ്ലിമിന് അതിൽ തർക്കമില്ലെങ്കിൽ എന്താണ് കാരണം? തർക്കമില്ലാതായതിന്റെ കാരണം എന്ത്? കാരണം എന്താണ്? അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിച്ചെന്നതാണ് എന്നതിൽ നമുക്ക് പരമ്പര സ്ഥിരപ്പെടുത്താൻ പറ്റും. അതിന്റെ അഡ്രസ് പറയാൻ പറ്റും. അതേ സന്ദർഭത്തിൽ ഈ പറയുന്ന ഖുതുബിയ്യത്ത് നടത്തുമ്പോൾ, ഇനി കടന്നു വരാനിരിക്കുന്ന റബീഉൽ അവ്വലിൽ മങ്കൂസ് മൗലിദ് ഓതുമ്പോൾ, ശറഫുൽ അനാം ഓതുമ്പോൾ ഈ പറയുന്നതിൽ നിന്ന് സലഫികൾ മാറി നിൽക്കാറുണ്ട്. മാല മൗലിദുകൾ ഓതാറില്ല, ഖുതുബിയ്യത്ത് സംഘടിപ്പിക്കാറില്ല, റാത്തീബ് സദസ്സുകൾ വിളിച്ചു കൂട്ടാറില്ല, ഈ പറയുന്ന സിയാറത്ത് ടൂർ സംഘടിപ്പിക്കാറില്ല. എന്താ സംഘടിപ്പിക്കാത്ത? അപ്പൊ സലഫികൾ പറയും ഖുർആന് പറയാൻ പറ്റിയ 5 വഖത്ത് നിസ്കാരത്തിന് പറയാൻ പറ്റിയ ഒരു അഡ്രസ് ഇതിന് കാണില്ല എന്ന് പറയും. 5 വഖത്ത് നിസ്കാരത്തിന് പറ്റിയ ക്ലിയർ ആയിട്ടുള്ള ഒരു തെളിവുണ്ടല്ലോ, ആ തെളിവ് സിയാറത്ത് ടൂറിന് കാണില്ല. അങ്ങനെ ഒരു തെളിവ് ഈ പറയുന്ന മാല മൗലിദുകൾക്ക് കാണാനില്ല എന്ന് നമ്മൾ പറയും. സംഗതി എല്ലാവരും പാരമ്പര്യ പറയണത്. എന്താ പറയുന്നത്? ഒക്കെ ബാപ്പാരുടെ ബാപ്പാരും പണ്ടേ പറയാണ്. അത് ഞാൻ പറഞ്ഞ നമ്മൾ ഖുർആൻ ഒരു ആവർത്തി വായിച്ചു നോക്കിയാൽ ഇതേ പാരമ്പര്യം ആര് പറഞ്ഞിട്ടുണ്ട്? മക്കത്തെ മുശ്രിക്ക് പറഞ്ഞിട്ടുണ്ട്. പല ആളുകളും അവരുടെ നബിമാരോട് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അള്ളാഹു അംഗീകരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാരമ്പര്യവാദത്തെയാണ്. കാരണം റസൂലുള്ള വാദിച്ചപ്പോ അതിന് തെളിവ് സമർത്ഥിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാദിച്ചത് അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണമെന്നാണ്. എങ്കിൽ ചരിത്രം കൊണ്ട് ആദം നബിയും അള്ളാഹിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ളൂ. നൂഹ് നബി അലൈഹിസ്സലാമും അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ഏത് നബിമാരുടെ ചരിത്രത്തിലും അവരൊക്കെ പറഞ്ഞത് യാ ഖൗമി അബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, സമുദായമേ നിങ്ങൾ അള്ളാഹിനെ ആരാധിക്കണം, അവനല്ലാത്തൊരു ആരാധ്യൻ
നിങ്ങൾക്കില്ല എന്ന് നബിമാരൊക്കെ പറഞ്ഞു. ഇപ്പൊ മക്കയിൽ വന്നുകൊണ്ട് സഫാ കുന്നിൽ കയറി നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞത് യാ ഖൗമി ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ. സമുദായങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും. അപ്പോൾ ഒക്കെ കറക്റ്റ് ഒക്കെയാണ്, ഒരു വ്യത്യാസമില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ അള്ളാഹ് തീർപ്പ് പറഞ്ഞു, പാരമ്പര്യം കൊണ്ട് ഇദ്ദേഹം ഒക്കണുള്ളൂ എന്ന് പറഞ്ഞു. എങ്ങനെ ഒക്കല്? മുമ്പ് പറഞ്ഞ ആ തലക്കൊക്കെ അങ്ങോട്ട് പോകണം. അപ്പം നോക്കുമ്പോൾ അത് ആദം നബിയാണ് ആ തലക്കലുള്ളത്. ഇനി നമുക്കൊരു തല കുറച്ച് ഇങ്ങോട്ട് ഇറക്കി പിടിച്ചാൽ നമ്മൾ പറയും മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം റസൂലുള്ളയോടുകൂടി ശരീഅത്ത് പൂർത്തിയായി. ഇനി നമുക്ക് ആദം നബിന്റെ കഥ അറിയില്ലെങ്കിലും ഇസ്ലാമിൽ നമുക്കൊന്നും കുറയാൻ പോണില്ല. ഇനി നമുക്ക് നൂഹ് നബിന്റെ കഥ അറിയൂലെങ്കിലും, ഈ മൂസാ നബിന്റെ കഥ അറിയൂലെങ്കിലും, ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം നമുക്ക് അറിയൂലെങ്കിലും എല്ലാ കാര്യങ്ങളും അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് പൂർത്തിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇനി പാരമ്പര്യം കുറച്ച് ഇങ്ങോട്ട് ഇറക്കി പിടിക്കുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാരമ്പര്യമാണ്. അപ്പൊ ഇനി നമ്മൾ ഒത്തോക്കേണ്ടത് ആദം നബിനേറ്റ് അങ്ങോട്ട് ഒത്തോക്കി കഷ്ടപ്പെടേണ്ട. കാരണം ആദം നബി ജീവിച്ചതും ആദം നബി അലൈഹി ഇസ്ലാം ചെയ്തതും പറഞ്ഞതും അവിടുത്തെ സുന്നത്തുകൾ നമ്മളെ കയ്യിൽ റിപ്പോർട്ടായിട്ട് ഫുള്ളായിട്ടില്ല. നൂഹ് അലൈഹി ഇസ്ലാമിന്റെ സുന്നത്തിന്റെ റിപ്പോർട്ടുകൾ നമ്മുടെ കയ്യിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല പരിപൂർണമായി. അങ്ങനെയുള്ളത് ഇനി നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഐക്യകണ്ഠേന പാരമ്പര്യം പറയുമ്പോൾ റസൂലുള്ളാഹിയിലേക്ക് ഇങ്ങോട്ട് ഇറക്കി പിടിക്കാന്ന് പറഞ്ഞത്. അല്ലാതെ നബിമാര് ആദം നബി നമ്മളെ പാരമ്പര്യത്തിൽ ഉൾപ്പെടാഞ്ഞിട്ടല്ല, നൂഹ് അലൈഹി ഇസ്ലാം നമ്മുടെ പാരമ്പര്യത്തിന്റെ പുരുഷനല്ലാഞ്ഞിട്ടല്ല. ഓരൊക്കെ നമ്മുടെ ആളുകളാണ്, ഓരൊക്കെ ഉള്ളതാണ്. എല്ലാവർക്കും പക്ഷെ ഒരു ഐക്യം വന്നു. സൗകര്യത്തിനു വേണ്ടിയും നമ്മുടെ ശരീഅത്തിന്റെ വക്താവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയതുകൊണ്ട് നമ്മുടെ പാരമ്പര്യം പറയുന്നത് ഇങ്ങോട്ട് ഇറക്കിപ്പിടിക്കാന്നായി. അപ്പൊ അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ അന്ന് ഇബ്രാഹിം നബിന്റെ പേരിൽ സംസാരം ഉണ്ടായ പോലെ ഇപ്പൊ സംസാരിക്കുകയാണ്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അണിനിരന്ന താബിഉകളും തബഉ താബിഉകളും അണിനിരന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന പ്രയോഗം തന്നെ പണ്ഡിത ലോകത്ത് കടന്നു വന്നത്. ആ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ സുന്നത്തിന്റെ ആളുകൾ, ജമാഅത്തിന്റെ സഹാബത്തിന്റെ ഐക്യത്തിന്റെ ആളുകൾ. ആ സഹാബത്ത് മനസ്സിലാക്കിയതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ സ്ഥിരപ്പെട്ടതുപോലെ ജീവിക്കുന്ന, ആചരിക്കുന്ന, വിശ്വസിക്കുന്ന, അനുഷ്ഠിക്കുന്ന, അതുപോലെ ജീവിതത്തിനെ ക്രമപ്പെടുത്തുന്ന ആളുകൾ അവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. അപ്പൊ പിന്നെ തർക്കം തന്നെ എന്തായി? ആരാണ് അഹ്ലുസുന്ന, ആരാണ് അഹ്ലുൽ ബിദ്അ, ആരാണ് റസൂലുള്ള പഠിപ്പിച്ചതുപോലെ ജീവിക്കുന്ന ആളുകൾ, ആരാണ് അതിന് വിരുദ്ധമായ വിശ്വാസങ്ങളോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ കൊണ്ട് നടക്കുന്ന ബിദ്അത്തിന്റെ ആളുകൾ എന്ന് തർക്കം വന്നപ്പോൾ വീണ്ടും ഇതേ പാരമ്പര്യവാദം ചർച്ച കൊടുക്കുന്നു. അവിടെയും നമ്മൾ കാണുന്നത് എന്താണ്? ഇന്ന് നമ്മുടെ നാട്ടിൽ മുസ്ലിങ്ങളുടെ വീടുകളിൽ മുസ്ലിങ്ങളുടെ അടയാളമായി കാണപ്പെടുന്ന, അറിയപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട്ടിലൊക്കെ നബിദിനത്തിന് പൊതു അവധിയാണ് എന്ന് പറഞ്ഞാൽ, നബിദിനത്തിന്റെ അന്ന് സർക്കാർ ഓഫീസുകൾക്ക് അവധിയാണെന്ന് പറഞ്ഞാൽ അത് മുസ്ലിങ്ങളുടെ ചിഹ്നമായി, മുസ്ലിങ്ങളുടെ ഒരു ചിഹ്നമായി അറിയപ്പെടുന്നു. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പെരുന്നാക്കും നമ്മുടെ നാടുകളിൽ അവധിയാണ്, സർക്കാർ ഓഫീസുകൾക്ക് അവധിയാണ്. ആ പെരുന്നാളും മുസ്ലിങ്ങളുടെ ചിഹ്നമായി അറിയപ്പെട്ടതാണ്. പക്ഷേ ചെറിയ പെരുന്നാളും ബലി പെരുന്നാളും നമ്മുടെ ഈ പറയുന്ന മുസ്ലിം ചിഹ്നങ്ങളിൽ അന്വേഷിച്ചു നോക്കുമ്പോൾ അതിന് ഹദീസ് പറയാനുണ്ട്, അതിന് രേഖ പറയാനുണ്ട്. പക്ഷെ നബിദിനാഘോഷത്തിന് പറയുമ്പോ അതിന് അന്വേഷിച്ചു നോക്കുമ്പം പാരമ്പര്യമൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് വഴിക്ക് വെച്ച് കൊഴിഞ്ഞു പോകുന്നു. അത് അവസാനം എത്തിപ്പെടുന്നത് ഭരണം ലഭിച്ച ഫാത്തിമിയാക്കളുടെ നേതൃത്വത്തിലേക്കാണ്. അതിന്റെ അപ്പുറത്തേക്ക് അഡ്രസ്സ് പോണില്ല. അപ്പൊ നമ്മൾ സെൽഫിയാൾ പറയും സംഗതി പാരമ്പര്യമൊക്കെ കൊള്ളാം, നമ്മുടെ മുൻഗാമിയാൾ ചെയ്തു എന്നുള്ള പാരമ്പര്യത്തിലൊക്കെ പറഞ്ഞോളിൻ, പക്ഷേ പോയി റസൂലിലേക്ക് എത്തുക എന്ന് പറഞ്ഞൊരു പാരമ്പര്യം ഉണ്ടല്ലോ, അതിൽ ഇതിനെ വെക്കാൻ പറ്റൂല. അവിടെയാണ് തർക്കം വരുന്നത്. മുജാഹിദായതൊക്കെ ഇപ്പൊ പറഞ്ഞ പോയിന്റ് തലയിൽ എത്തിയപ്പോഴാണ്. ഈ പറഞ്ഞ പോയിന്റ് മനസ്സിൽ കയറിയാൽ പിന്നെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റൂല. പിന്നെ വെച്ചുകൊണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഓൻ തനിച്ച കപടനാവണം, മനസാക്ഷിക്ക് വിരുദ്ധമായി ജീവിക്കണം. അങ്ങനെ ജീവിക്കാൻ ആത്മാർത്ഥമുള്ളൊരു മനുഷ്യൻ തയ്യാറാവോ? അപ്പൊ പിന്നെ ഞാനും പണ്ടുണ്ടേനു ജാറത്തിൻ്റെ ഒക്കെ ആള്, ഞാൻ ഇപ്പൊ ഒക്കെ നിർത്തി അറിയും.
എന്താ നിർത്തിയത്? പൈസ മുടങ്ങിപ്പോയോ? ആവതില്ലാതായോ? ഒന്നുമല്ല, ഇല്ലാതായത് തെളിവാണ്. തെളിവില്ലാതായപ്പോൾ ആ പണിയാണ് നിർത്തി. ഇതുവരെ ഒരു വിശ്വാസം ഉണ്ടേനു, ആ വിശ്വാസവും തെളിവ് എന്താ? ഉസ്താദ് പറഞ്ഞാൽ ഈ ശരിയായിക്കാരം എന്നാ. ഉസ്താദ് പറഞ്ഞാൽ അത് ശരിയാവുന്നുള്ളൊരു തെളിവിലും ഒരു വിശ്വാസത്തിലും ഞാനും കുറേ കാലം അതിൻ്റെ ഒക്കെ ആളായിരുന്നു. ഞാൻ പോവാത്തൊരു മനുഷ്യൻ പറഞ്ഞു, ഞാൻ കാണാത്തിയും പോവാത്തിയും ഒരു ജാറും ഇല്ല. എല്ലാ ജാറും അന്ന് അദ്ദേഹത്തിൻ്റെ കാലത്ത് ലഭ്യമായ എല്ലാ ജാറത്തുക്കും വലിയ പുണ്യം പ്രതീക്ഷിച്ചിട്ട് അദ്ദേഹം പോയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സിയാറത്ത് ടൂറും മഹാന്മാരെ ആദരിക്കുന്നതിൻ്റെ പേരിൽ ഈ ജാനം കെട്ടിപ്പൊക്കുന്ന സമ്പ്രദായത്തിന് രേഖയില്ല, മറിച്ച് അതിന് വിരുദ്ധമാണ് തെളിവ് എന്ന് ബോധ്യപ്പെട്ടപ്പം ആ പണിയാണ്ട് നിർത്തി. അതുകൊണ്ട് വളരെ ലളിതമാണ് സലഫിയാളും അതുപോലെ സൂഫികളും തമ്മിലുള്ള തർക്കം എന്താണ് എന്നറിയാൻ വലിയ വലിയ കിതാബ് 5-10 കൊല്ലം ഓതിയെടുക്കണമെന്നില്ല. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിൻ, നമ്മുടെ നാടുകളിൽ രാഷ്ട്രീയക്കാർ ഓരോ സമയത്ത് ഭരണം മാറിക്കൊണ്ടിരിക്കും. ആ രാഷ്ട്രീയക്കാര് തങ്ങളുടെ രാഷ്ട്രീയത്തിനാണ് യോഗ്യത, ഞങ്ങളാ ഭരിക്കാൻ നല്ലത്, ഞങ്ങൾക്ക് ഭരണേൽപ്പിച്ച് ഞങ്ങൾ ഉഷാറാവും, നിങ്ങൾ ഓരെ ഭരണേൽപ്പിച്ച് ഓരെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാൽ അതൊക്കെ വലിയ പ്രശ്നത്തിക്കാവും എന്ന് പറയുമ്പം ഈ രാഷ്ട്രീയക്കാരതിൽ ചർച്ചയ്ക്ക് എടുക്കുന്ന വിഷയം വലിയ വലിയ വിഷയങ്ങളാ. ഈ വലിയ വലിയ വിഷയങ്ങളും ഈ പറയുന്ന വിഷയത്തിൻ്റെ ആഴങ്ങളൊക്കെ അതിനെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിച്ച മനുഷ്യന്മാർക്ക് ശരിക്കും തിരിയാൻ പാടുള്ളായിരുന്നു. പക്ഷെ ഏത് നാടനും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണില്ലേ? എന്താ ഏത് നാടനും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണത്? നാടൻക്ക് ബുദ്ധിയുള്ളതുകൊണ്ടാണ്. നാടൻക്ക് ഇതിൻ്റെ ശാസ്ത്രം അറിയില്ല, പക്ഷെ അത് പറഞ്ഞെടുത്താൽ തിരിയാളൊരു ബുദ്ധി അള്ളാഹു മനുഷ്യന്മാർക്ക് അറിയിച്ചു കൊടുത്തതുകൊണ്ടാണ് രാഷ്ട്രീയക്കാർക്കും ദഅവത്തുള്ളത്. എങ്കിൽ ആ ബുദ്ധി നാടന്മാർക്ക് ദീൻ്റെ വിഷയത്തിലില്ലേ? തീർച്ചയായിട്ടും ഉണ്ട് എന്നാണെങ്കിൽ ആ ബുദ്ധി വെച്ച് ചിന്തിച്ചാൽ മതി. അതായത് 10 കൊല്ലം കൊണ്ട് കിതാബ് ഓതിയ ഒരു ഉസ്താദിന് കുറച്ചും കൂടി ആധികാരികമായിട്ട് തിരിയും, നാടൻക്ക് ഓൻ്റേതായ കോലത്ത് തിരിയും. രണ്ടുപേർക്കും ഹക്ക് തിരിണീന് തടസ്സമില്ല, സത്യം തിരിയുന്നതിന് തടസ്സമില്ല. തിരിയണ കോലത്തിൽ വ്യത്യാസം ഉണ്ടാവും, പക്ഷെ രണ്ടാലും റിസൾട്ട് അവസാനം ആ ശിർക്കാണ്ട് ഒഴിവാക്കുന്നു. ഞാൻ അല്ലാഹു തആലയെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുള്ളൂ. കാരണം ഞാൻ ഖുർആന് ഇപ്പോഴാണ് ഒന്ന് വായിച്ചു നോക്കാൻ തോന്നിയത്, ഇപ്പോഴാണ് ഒന്ന് വായിക്കാൻ തൗഫീഖ് കിട്ടിയത്. ഞാൻ വായിച്ചു നോക്കിയിട്ട് ആ ഖുർആൻ കേട്ടിട്ട് ഖുർആൻ ഓതിയിട്ട് എനിക്ക് ഇതുവരെ എൻ്റെ നാവിൽ അള്ളാഹുന്നും അള്ളാനെ വിളിച്ച് തേടണം എന്നല്ലാത്ത ഒരു മെസ്സേജാണ് കിട്ടണില്ല. ഖുർആൻ ഓതിയ ഒരു മഖ്ലൂക്കിനെ അള്ളാഹിനോടുള്ള പ്രാർത്ഥനയെ കുറിച്ചുള്ള കഥകളല്ലാതെ, അള്ളാഹിൻ്റെ സഹായത്തിൻ്റെ കഥകളല്ലാതെ വേറൊരു മെസ്സേജ് കിട്ടണില്ല. സംഗതി മഹാന്മാരെ പേരൊക്കെ ഇങ്ങനെ പറഞ്ഞു പോക്കുണ്ട്. നൂനബിന്റെ കഥ പറയുന്നുണ്ട്, മൂസാ നബിന്റെ കഥയുണ്ട്, ഹൂദ് നബിയുടെ കഥയുണ്ട്, അഹ്ലുൽ കഹ്ഫിൽപ്പെട്ട ഔലിയാക്കന്മാരെ കഥയുണ്ട്. ധാരാളം കഥകളൊക്കെ പോകുമ്പോഴും അവിടെയൊക്കെ വലിയ ആളായി വരുന്നത് അള്ളയാണ്. അതേ സന്ദർഭത്തിൽ മാലമൗലിദുകൾ ഓതുമ്പോ അവിടെയൊക്കെ വലിയ വലിയ ആളുകളായി വരുന്നത് അവിടുത്തെ മഹാന്മാരാണ്. അവർ അള്ളാഹിനെ തോൽപ്പിച്ച കഥയാണ്, അവർ അള്ളാഹിന്റെ അടുത്തുനിന്ന് പിടിച്ചു വാങ്ങിയ കഥയാണ്, അള്ളാഹിന്റെ അടുത്തുനിന്ന് ചോദിച്ച് വാശി പിടിച്ചു വാങ്ങിയ കഥയാണ്. ഇതാ രണ്ട് ഫീലിങ്. ഈ ഫീലിംഗ് ബോധ്യപ്പെട്ടാൽ പിന്നെ ഒരാൾ നോക്കിക്കോ. ഈ ഫീലിംഗ് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉസ്താദല്ലേ എന്ന് പറഞ്ഞ് തേനും മാനും ഏൽപ്പിച്ചൊന്നും നിൽക്കൂല. ആഖിറും പരലോകവും നരകും സ്വർഗമൊക്കെ ബോധ്യപ്പെട്ട മനുഷ്യനാണെങ്കിൽ അത് ഒഴിവാക്കിയാണ്ട് പോരും. ഇതാണ് സലഫികൾക്ക്. അല്ലാതെ ഇവിടെ വേറെ മറുമരുന്ന് കൊടുത്തിട്ടോ അതല്ലെങ്കിൽ ഓർക്ക് സ്വകാര്യമായിട്ട് ഇവിടെ വന്നോളി നിങ്ങൾക്ക് ഇത്ര സെന്റ് തരാന്ന് പറഞ്ഞിട്ടോ പൈസ കാണിച്ചിട്ടോ ഒന്നുമല്ല ഒരു മഹ്ലൂക്കും ഇന്ന് വരെ സൂഫി രാജ്യത്തിൽ നിന്ന് സലഫി രാജ്യത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്, ഈ ആദർശത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അതാണ് ഈ സഹോദരങ്ങളോടും പറയാൾ. പാരമ്പര്യമൊക്കെ പറഞ്ഞോളി നല്ലതാ. നമ്മളെ പൂർവികന്മാരെ ഉപേക്ഷിച്ചിട്ട് പൂർവികന്മാരെ പഴി പറഞ്ഞിട്ട് ഒരു ജീവിതം അതേതായാലും സലഫിയാക്കൂല്ല. പൂർവികന്മാരെ പരിഹസിച്ചിട്ട് ഓർക്ക് നമ്മൾ പിന്നെ അവർ പരിചരിച്ചതും അവരുടെ പ്രയത്നങ്ങളൊക്കെ നമ്മളും ഇന്ന് അനുഭവിക്കുന്നുണ്ട്, നമ്മളും ഇന്ന് ആസ്വദിക്കുന്നുണ്ട്. നമ്മുടെ പൂർവികന്മാർ ചെയ്തു വെച്ചതിൻ്റെ കുറേ കാര്യങ്ങളാണ് ഇന്നും നമ്മൾ അന്തസ്സോടുകൂടി ഈ കേരളത്തിലടക്കം ജീവിക്കുന്നത്. അതിലൊന്നും തർക്കമില്ല, അതിലൊന്നും ഈ ചരിത്രം നമ്മൾ നിഷേധിക്കില്ല എന്ന് വിചാരിച്ചിട്ട് അതിനും അപ്പുറത്തൊരു പൂർവികനില്ലേ? അതിനും അപ്പുറത്ത് അതാരാണ്? അള്ളാഹിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പം എൻ്റെ വാപ്പി നിൽക്കുന്നുണ്ട് പൂർവികനായിട്ട്, അള്ളാഹിന്റെ റസൂല് നിൽക്കുന്നുണ്ട്. ഇവർ രണ്ടാളും രണ്ട് കോലത്തിലാ പറഞ്ഞ് ഞാൻ ആരെ മുന്തിക്കണം? അവിടെ പ്രശ്നമുള്ളൂ. ബാപ്പിയും ഒന്നെ പറയണ്, അതെന്നെ റസൂലും പറയണേ. ബാപ്പ പറഞ്ഞ കാര്യം തന്നെ ആരും പറയണേ. അള്ളാഹിന്റെ റസൂൽ എന്താ വാപ്പ പറഞ്ഞത്? മോനെ നിസ്കരിച്ച ആണുങ്ങൾ പള്ളിയിൽ പോണം. അള്ളാഹിന്റെ റസൂലും അതെന്നെ പറഞ്ഞത്. അപ്പൊ പിന്നെ എനിക്കതിൽ കൺഫ്യൂഷൻ ഇല്ല. അപ്പൊ ഞാൻ പറയും എന്നെ ആരാടാ നിസ്കരിച്ചാൻ പഠിപ്പിച്ചു വെച്ചാൽ ചിലപ്പോൾ നമ്മൾ പറയൽ റസൂലാണെന്നല്ല.
ആരോടാ എന്നെ നിസ്കരിക്കാൻ പഠിപ്പിച്ചോ? ഈ പള്ളി പോലെ ശീലിൻ്റെ വാപ്പയെന്നാ പറയാം. സത്യത്തിൽ ആരാ പഠിപ്പിച്ച്? അള്ളാഹിൻ്റെ റസൂൽ. എന്നാലും പറച്ചിലാർക്കാ? ബാപ്പാക്കാണ്. ആ ക്രെഡിറ്റ് ബാപ്പാക്ക് കൊടുക്കണതിൽ വല്ല കേടുണ്ടോ? ഒരു കേടുമില്ല. ആരാ എനിക്ക് ദിക്ർ പഠിപ്പിച്ച? ഉസ്താദാണ് പറയും. സത്യത്തിൽ ആരാ ദിക്ർ പഠിപ്പിച്ചത്? ആ ദിക്ർ അള്ളാഹിൻ്റെ റസൂലാണ് പഠിപ്പിച്ചത്. പക്ഷെ നമ്മൾ ആർക്കാ പറയാ? ഉസ്താദാണെങ്കിൽ ആ ദിക്ർ പഠിപ്പിച്ചത്. ഇന്ന ഉസ്താദിൻ്റെ അടുത്ത് നിന്നാണ് ഞാൻ പിന്നെ തശഹൂദിൻ്റെ ദിക്ർ പഠിച്ചത്, ഞാൻ സലാത്ത് പഠിച്ചത് എന്ന് നമ്മൾ പറയും. കാരണം ആ ഉസ്താദ് ചൊല്ലി തന്ന സലാത്ത് അഡ്രസ്സ് പോയി നോക്കിയപ്പോൾ റസൂലും അതെന്നെ ചൊല്ലിയത്. അതുകൊണ്ട് നമുക്ക് അവിടെ ബേജാറ് കാണുന്നില്ല. എന്നാൽ ചിലതൊക്കെ ഉണ്ട് സംഗതി ബഹുമാനിക്കേണ്ട. എൻ്റെ ബാപ്പയാണ്, ബാപ്പ കാരണവന്മാരാണ്, നാട്ടിലെ കേമന്മാരാണ്, ഉസ്താദുമാരാണ്, ഒക്കെയാണ്, ശരിയാണ്. പക്ഷേ ഓദ്യ മൗലിദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഓതിയതായി കാണുന്നില്ല. ഇപ്പം മാല മൗലൂദിൻ്റെ ചരിത്രം ഓരെന്നെ ഇറക്കുമ്പോൾ ഓര് പറയണത് ഏറ്റവും പഴകിയ ഏറ്റവും പഴയ മൗലിദിന് മാലക്ക് ഏറിയ കൊല്ലം 500 എൻ്റെ മുമ്പിക്കില്ല. റസൂൽ വന്നതോ? റസൂൽ വന്നിട്ട് 1400 കൊല്ലം കഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ 1000 കൊല്ലം അപ്പുറത്തേക്ക് കൊഞ്ഞിക്കണ്. 500 കൊല്ലം അപ്പുറത്ത് നിന്നു. പിന്നെ അപ്പുറത്തേക്ക് അതിനെക്കുറിച്ച് പരിചയമില്ല എന്ന് പറഞ്ഞാൽ അന്ന് ഹയാത്തിലുള്ള ഒരു മനുഷ്യൻക്കും പരിചയമില്ലാത്ത, അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത, ചിലതൊക്കെ പഠിപ്പിക്കാത്തതൊന്നുമല്ല, പാടില്ല എന്ന് റസൂലുള്ള പറഞ്ഞു കൊടുത്താൽ ഞാൻ നേരത്തെ പറഞ്ഞ ജാറം. അപ്പം അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ആദ്യമായി പ്രബോധനം ചെയ്തിട്ടുള്ള അറബ് മുശ്രിക്കീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര് കാര്യമായി ആദരിച്ചിരുന്നത് ഈ മഹാന്മാരുടെ പ്രതിമകളെയാണ്, ബിംബങ്ങളെയാണ്. ആ മഹാന്മാരുടെ പേരിലുള്ള പ്രതിമകളെ മഠങ്ങളിലും കഅബാലയത്തിലുമൊക്കെ അവർ സ്ഥാപിച്ചിരുന്നു എന്നാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് പ്രബോധനം ചെയ്തിട്ടുള്ള അറബ് മുശ്രിക്കീങ്ങളോടൊപ്പം തന്നെ പ്രബോധനം ചെയ്തിട്ടുള്ള യഹൂദ നസാറാക്കളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതും അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ചതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വാചകത്തിലൂടെ പഠിപ്പിച്ചതും ലഅനല്ലാഹുൽ യഹൂദ വൻ നസാറാ, ആ അഹ്ലു കിതാബുകാരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ, കാരണം അവർ നബിമാരുടെ കബറുകളെ മസ്ജിദുകളാക്കിയിരിക്കുന്നു. എന്താ നബിമാരെ കബറിനെ മസ്ജിദാക്കാറിന? മസ്ജിദ് പറഞ്ഞ എന്താ? പള്ളിന്ന് നമ്മൾ അർത്ഥം വെക്കല്. മസ്ജിദ് എന്ന് പറഞ്ഞാൽ ആരാധന നിർവഹിക്കാനുള്ള സ്ഥലം എന്നാ. ആർക്കുള്ള ആരാധന? അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ആർക്കുള്ള ആരാധന? അതിന് നമ്മളൊരു ചരിത്രം ആദ്യം ഓർക്കണം. ഏതാ ചരിത്രം എന്നറിയോ? അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം. ഈ അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറഞ്ഞാൽ ഓരോ രാജ്യത്തൊരു രാജാവ് വന്ന് ഭീഷണിപ്പെടുത്തി. ആ രാജാവ് വന്ന് ഭീഷണിപ്പെടുത്തി അവിടെ രാജാവിന് അധികാരം കിട്ടിയപ്പോൾ അവിടെ ഉള്ള രാജാവിനെ പിടിച്ച് ഈ രാജാവ് അധികാരത്തിൽ കയറിയപ്പോൾ മൂപ്പര് പറഞ്ഞു, ഇനി മുതൽ എൻ്റെ പേരിൽ ഒരു ഉത്സവം നടത്തണം ഇവിടെ. അതിൽ ഞാനും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു മൂർത്തിയുണ്ട്, ഓർക്കും നിങ്ങൾ ആചാരങ്ങൾ ചെയ്യണം. അപ്പം ഇത് കേട്ടില്ല ഒരു 6-7 ചെറുപ്പക്കാർ. ഓർക്കിത് രസമായി തോന്നണില്ല. നമ്മളെ പഠിച്ചതാരാ? അല്ലാ. ആ റബ്ബിന് ചെയ്യേണ്ട എങ്ങനെ ഇയാൾക്ക് ചെയ്യുക? സംഗതി രാജാവാണ്, ആദരിക്കണം, ഒക്കെ ശരിയാണ്. പക്ഷേ ഈ മനുഷ്യനെ ഞാൻ ആരാധിക്കണം എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഇബാദത്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അങ്ങനെ ഒരു ഒളിച്ചോടാൻ ഇതിനെതിരെ ശബ്ദിച്ചൊക്കെ ചെയ്ത്. ഇതിനെതിരെ ശബ്ദിച്ചപ്പം ചെറുപ്പക്കാരല്ലേ, അവിവേകികളല്ലേ എന്ന് വിചാരിച്ചിട്ട് രാജാവ് ഓരെ വിളിച്ചു, ഉപദേശിച്ചൊക്കെ ചെയ്തു. ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഈ വർത്താനം ഞാൻ കേൾക്കാൻ പാടില്ല, കേട്ടതാവൂല എൻ്റെ അടുത്ത് നിന്ന് ഉണ്ടാവുക എന്ന് ഭീഷണിയൊക്കെ പെടുത്തി. രാജാവ് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇവരുടെ നിലപാട് ഇതാണ്. പക്ഷെ അവർക്ക് പേടി കുടുങ്ങി. രാജാവിൻ്റെ ഭീഷണി ഉണ്ടല്ലോ. അങ്ങനെയാണ് ഒരു നാട് വിടുന്നത്. നാട് വിട്ടത് മുതൽക്ക് ഇവരെ കുറിച്ചുള്ള ചരിത്രം പ്രസിദ്ധമായി. ഇവർ നാട് വിട്ടു. ഈ ചരിത്രം ഇങ്ങനെ പറയും, ഇങ്ങനെ കുറച്ച് 7 കുട്ടികൾ ഇവിടുന്ന് ഓടിയനല്ലോ എന്ന് വാപ്പാരെ അടുത്തുനിന്ന് മക്കൾ കേട്ട് പരിചയിച്ചു. 300 കൊല്ലം കഴിഞ്ഞ് 300ാമത്തെ കൊല്ലത്തിന് ശേഷം ഇവരെ കണ്ടു കിട്ടാൻ ഹയാത്തോടു കൂടി ഒരു വരിക. അപ്പം അന്ന് ഒളിച്ചോടി എന്ന് പറഞ്ഞാൽ 7 ആൾക്കാർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. വലിയ കൗതുകക്കായി. ആ സമയത്ത് ഒരു തിരിച്ച് നാട്ടിലേക്ക് എത്തിയപ്പം വേറെ ഏതോ രാജാവ് അയക്കണ്. ആ രാജാവ് തൗഹീദുള്ള ആളാണ്, റബ്ബിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന അഭിപ്രായമുള്ള രാജാവൊക്കെയാണ്. അങ്ങനൊക്കെ ആയി ഈ മനുഷ്യന്മാരെ ആളുകളൊക്കെ കണ്ടു. ആ കൗതുകം അറിഞ്ഞു. വീണ്ടും ആ ഗുഹയിൽ പോയി. ആ ഗുഹയിൽ സ്പോട്ടിൽ ഒരു മരണപ്പെട്ടു. ഇതാണ് ഓരോ കഥ. ആ പറയുന്ന അഹ്ലുൽ കഹ്ഫിനെ കുറിച്ച് അപ്പോൾ ഒരു ചർച്ച നടന്നു. വഖാലല്ലദീന ഗലബൂ അലാ അംരിഹിം ലനത്തഖിദന്ന അലൈഹിം മസ്ജിദാ. ആ സമയത്ത് മക്ക ഈ പറയുന്ന അഹ്ലുൽ കഹ്ഫ് ഗുഹാവാസികൾ അവരെ സംബന്ധിച്ച് പിടുത്തം വിട്ട് പറഞ്ഞ ആളുകൾ പറഞ്ഞു, നമുക്ക് ഇവരുടെ സമീപത്ത് പള്ളി നിർമ്മിക്കാം. എന്തിനാ പള്ളി നിർമ്മിക്കണ്? തൗഹീദിന്റെ ആൾക്കാരാണല്ലോ.
തൗഹീദിന്റെ ആൾക്കാർ പള്ളി നിർമ്മിക്കണ ഉറപ്പാണ്. ഈ മഹാന്മാർക്ക് വേണ്ടി ഓരോട് വിളിച്ച് പ്രാർത്ഥിക്കാനാവില്ല. പിന്നെ ഓരൊക്കെയുള്ള സ്ഥലമല്ലേ, അപ്പോൾ ആ ബറക്കത്തിന് വേണ്ടി അവിടെ അടുത്ത് പള്ളി ഉണ്ടാക്കിയിട്ട് ആ പള്ളിക്ക് അള്ളാഹിനോട് ദുആ ചെയ്യാം. ഇതിന് തുടക്കം. ആർക്കാ വേണ്ടി പള്ളി ഇരിക്കുന്നത്? ആർക്കും വേണ്ടിയാ? അല്ലാഹു തആലാക്ക് വേണ്ടി. പക്ഷെ എവിടെയാണ്? ഒരു ഖബറിൻ്റെ അടുത്ത്. അപ്പോൾ ആ ഖബറിൻ്റെ അടുത്ത് എന്തുകൊണ്ടാണ്? ഇപ്പം നമ്മളെ നാട്ടിലൊക്കെ ഉണ്ട് പള്ളിൻ്റെ ചുറ്റിലും എന്തുണ്ടാവും? ആൾക്കാർക്ക് മറവ് ചെയ്യാനുള്ള മക്ബറുകൾ ഉണ്ടാവും, മറവ് ചെയ്യാനുള്ള പിന്നെ ആ മക്ബറ ഉണ്ടാവും. അതല്ല ഇവിടെ ഉദ്ദേശം. അവിടെയാണ് നമുക്ക് വഖഫിന് ഇതിനെ പറ്റിയ സ്ഥലം അനുവദിച്ച് കിട്ടിയത് സർക്കാരിൻ്റെ അടുത്ത് നിന്ന് എന്നതുകൊണ്ട് കിബിലിൻ്റെ മുന്നിക്കാവാത്ത കോലത്തിൽ നമ്മൾ അവിടെ സൈഡിലൊക്കെ ഉണ്ടാവും. പലതും പള്ളിയോട് അനുബന്ധിച്ച് തന്നെയുള്ളത് നമ്മളെ നാട്ടിലധികം. അതല്ല ചർച്ച. ഇതെന്താ വെച്ചാൽ ഖബർ തേടി നടക്കണ എന്തിനാണ്? അവിടെ പള്ളി നിർമ്മിക്കാൻ. ആ പള്ളി നിർമ്മിക്കുന്നത് എന്തിനാണ്? അള്ളാഹുവിനെ ആരാധിക്കാൻ തുടങ്ങിയത് അങ്ങനെയാണ്. അങ്ങനെ അള്ളാഹിനെ ആരാധിക്കാൻ വേണ്ടി തുടങ്ങിയപ്പം അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അങ്ങനെ ഖബറുള്ളോടത്ത് മക്ബറയിൽ നിസ്കരിക്കാൻ പാടില്ല. ലാ തുസല്ലു ഇലൽ ഖുബൂർ, നിസ്കരിക്കാൻ വിലക്കുള്ള സ്ഥലങ്ങൾ എന്താ? മക്ബറയാണ്. എന്താ മക്ബറ പറഞ്ഞാൽ? ഇന്ന് മക്ബറ എന്ന് കേട്ടാൽ ഈ കെട്ടിപ്പൊക്കിയ ജാറത്തിനാ പറയാം, അതല്ല ഉദ്ദേശം. പിന്നെയോ മക്ബറ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ ശ്മശാനിയായി മുസ്ലിങ്ങളെ മറവ് ചെയ്യാൻ വഖഫ് ചെയ്യപ്പെട്ട സ്ഥലം. അത് ചിലപ്പോൾ ഒരു ഏക്കർ ഉണ്ടാവും, പക്ഷെ ആ ഏക്കറിൽ ആകെ ഒറ്റ ഖബറുള്ളെങ്കിലും അത് മക്ബറയാണ്. അതിൻ്റെ ഉള്ളിൽ കയറി സ്കരിക്കാൻ പറ്റൂല, ആകെ സ്കരിക്കാൻ പറ്റില്ല മയ്യിത്ത് നിസ്കാരം. ആര് പഠിപ്പിച്ച? അള്ളാഹിൻ്റെ റസൂൽ ഫിഖിൻ്റെ കിതാബിലൊക്കെ ഉണ്ട്. മക്ബറുള്ളോടെ നിസ്കരിക്കരുത്. എന്താ മക്ബറ പറഞ്ഞാൽ? ഖബറിന് വേണ്ടി വഖഫ് ചെയ്ത സ്ഥലം. വഖഫ് ചെയ്തിട്ടേ ഉള്ളൂ, ആകെ ഒറ്റ ഖബറുള്ളെങ്കിലും അത് മക്ബറയാണ്, അത് നിസ്കരിക്കാൻ പാടില്ല. പിന്നെ പറഞ്ഞു ലാ തുസല്ലു ഇലൽ ഖുബൂർ, അള്ളാഹ്ക്കുള്ള നിസ്കാരം തന്നെയാണ്, പക്ഷെ ഖബർക്ക് തിരിഞ്ഞിട്ട് നിസ്കരിക്കരുത് എന്ന് പറഞ്ഞാൽ ഇയാളുടെയും ഖിബിലയുടെയും ഇടക്ക് ഖബർ ഉണ്ടാവരുത്. ഇതൊക്കെ പറഞ്ഞത് ആർക്കും വേണ്ടിയാ? അള്ളാഹു തആലാക്ക് വേണ്ടി നിസ്കരിക്കുകയാണ്. പക്ഷെ ഖബർ എടുത്തു വന്നോഞ്ഞ് ഈ മനുഷ്യന്റെ മുമ്പിൽ ഖബർ വന്നാഞ്ഞ് അയാൾ ആ ഖബർ ലക്ഷ്യം വെച്ചിട്ടില്ലെങ്കിലും ഇയാൾക്കും ഖിബിലക്കും ഇടയിൽ മറയില്ലാത്ത വണ്ണം ഖബറുണ്ടോ അവിടെ നിസ്കരിക്കാൻ പറ്റൂല എന്നാ. ഇതൊക്കെ അള്ളാഹ്ക്കുള്ള നിസ്കാരത്തിന്റെ വിഷയ. അവിടെയാണ് അതും കഴിഞ്ഞ് പിടുത്തം വിട്ട് ഈ മഹാന്മാരുടെ കുരുത്തവും പൊരുത്തവും അവരുടെ സഹായവും ആഗ്രഹിച്ചുകൊണ്ട് ഈ പറയുന്ന യഹൂദ നസാറാക്കൾ അവർ വീണ്ടും അപകടത്തിലേക്ക് എത്തി ഈ മഹാന്മാരോട് തന്നെ സഹായം തേടാവുന്ന രൂപത്തിൽ ആ മസ്ജിദുകൾ, ആരാധനാ കേന്ദ്രങ്ങൾ അവരതിനായി ദുരുപയോഗം ചെയ്തപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. പള്ളികൾ അല്ലാഹു തആലക്കുള്ളതാണ്, അള്ളാഹനെ ആരാധിക്കാൻ എടുക്കുന്നതാണ് മസ്ജിദ്. അതുകൊണ്ട് അതിന്റെ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിച്ചുകൊണ്ട് അവിടെ റബ്ബല്ലാത്ത ഒരാളെയും നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കല്ല. ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ, ഈ ജൂത നസാറാക്കളെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. കാരണം ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദാ, അവരുടെ മഹാന്മാരുടെ ഖബറുകളെ മസ്ജിദുകളാക്കി. ഈ ശാപം ആർക്കാ? ശരിക്കും ശ്രദ്ധിച്ചോ. ഖബർ ഉണ്ടാക്കിയിട്ട് ഖബറിന്റെ പരിസരത്ത് മസ്ജിദ് ഉണ്ടാക്കിയിട്ട് ആ മസ്ജിദിൽ അള്ളാനെ ഇബാദത്ത് ചെയ്യണവർക്കും ഈ ശാപമുണ്ട്. അപ്പൊ പിന്നെ ആ ഖബറാളിനെ തന്നെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയും ആളെ പൊരുത്തത്തിനും വന്ന ആളെ അവസ്ഥ എന്താവും? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഞാൻ നേരത്തെ പറഞ്ഞ മാല മൗലൂദ് റസൂലിനെ ചെല്ലണ്ടെന്ന് പറഞ്ഞിട്ടില്ല, ചെല്ലണമെന്നും പറഞ്ഞിട്ടില്ല. കാരണം അതിൻ്റെ അഡ്രസ്സിനാണ്ട് എത്തണില്ല. എന്നാൽ ഈ ജാറോ കെട്ടിപ്പൊക്കല്ലേ എന്ന് റസൂലുള്ള പറഞ്ഞുകൊടുത്താണ് ഇന്ന് മുസ്ലിങ്ങൾ അതിൻ്റെ പാരമ്പര്യം പറഞ്ഞിട്ട് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെയും അബൂബക്കർ സിദ്ദീഖിൻ്റെയും ഉമർ ഇബ്നു ഖത്താബിൻ്റെയും റളിയല്ലാഹു അൻഹുമാ ഓരുടെ ജാറും ഓരുടെ ഖബർ കയ്യിൽ കിട്ടാത്തതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ അതും കെട്ടിപ്പൊക്കും. അതിൽ അള്ളാഹിൻ്റെ റസൂലിന് പ്രത്യേകം അള്ള സംരക്ഷണം കൊടുത്തുകൊണ്ട് അതങ്ങനെ നിൽക്കുന്നു. അതല്ലാത്ത പക്ഷം സൂഫികളുടെ കയ്യിൽ കിട്ടിയ ഷിആക്കളുടെ കയ്യിൽ കിട്ടിയ ഖബറുകൾ അവരത് കെട്ടിപ്പൊക്കുകയാണ്. എന്നിട്ടത് മഹാന്മാരുടേതായതുകൊണ്ട് പ്രത്യേകം ആദരിക്കണം. എല്ലാം ഞാൻ ശരിയാവൂല. എത്രത്തോളം എന്നറിയോ? ഞാൻ അതിൻ്റെ അപകടം ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. എന്താണ് ഇവർ ഈ മഹാന്മാരെ ഖബർ ഇതിന്നൊക്കെ സംഗതി ശരിയാണ്, പിന്നെ കെട്ടി ഉയർത്തിയ ഖബർ പൊളിക്കണം, സിമന്റ് ഇട്ട ഖബർ പൊളിക്കണം എന്ന് അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. ഫിഖ്ഹിന്റെ കിതാബുകളിലുണ്ട്, ഹദീസ് അതിന് രേഖയാണ്. ഇത് ഉസ്താദ്മാരൊക്കെ അംഗീകരിക്കും, ആർക്കും തർക്കമില്ല.
അത് സെൽഫിയാൾ മാത്രം പറയണല്ല, ഉസ്താമാരും അംഗീകരിക്കുന്നതാണ്, കെട്ടിപ്പൊക്കിയ ഖബർ പൊളിക്കണം. പക്ഷെ ഒരു പറയും അത് സാധാരണക്കാരതാണ് അറിയും. അപ്പം അത് മഹാന്മാരുടെ ഓരിത് പൊളിക്കണ്ട, ഓരിത് പൊക്കണം എന്നറിയും. അപ്പം ചോദിക്കും അതെന്തിനാന്ന് ചോദിച്ചാൽ സാധാരണക്കാരെ ഖബർ പറഞ്ഞില്ലെങ്കിലും തിരക്കടില്ല, മഹാന്മാരെ ഖബർ നമ്മൾ അറിഞ്ഞു വെക്കണം എന്നറിയും. എന്തിനാ അറിഞ്ഞു വെക്കുന്നത്? അവിടെ പോയിട്ട് പ്രാർത്ഥിക്കാൻ. ആരോട്? അള്ളാനോട്. എന്തിനാണ്? പെരീ കുത്തിരുന്ന് പ്രാർത്ഥിക്കണേക്കാളും ഹൈറ് ഈ മഹാന്റെ ഖബറിന്റെ ചാരത്ത് നിന്ന് പ്രാർത്ഥിച്ചാലുണ്ട്. ആരോട് പ്രാർത്ഥിച്ചാൽ? അള്ളാനോട്. അതാണ് മറിഞ്ഞ് പിന്നെ ഇവിടെത്തിയത് ഈ മനുഷ്യനോട് തന്നെ പ്രാർത്ഥിക്കുന്നിടത്തെത്തിയത്. ആ ലക്ഷ്യത്തിൽ തന്നെ ഇനി മറ്റുള്ളവരും പറഞ്ഞത് മഹാന്മാരാണ്, ഇപ്പം തന്നെ പള്ളിയെടുത്തോ, നമുക്ക് അവിടെ വെച്ച് അള്ളാനോട് ദ്വാരക്ക, അതിൻ്റെതായ ഹൈറും പറക്കത്തുണ്ടാവും. അത് പറ്റൂല. ആ അഡ്രസ്സിനാണ് പൊളിഞ്ഞ്. എന്തെന്നാണ് അള്ളാഹുവിൻ്റെ റസൂല് ഖബറുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിലക്കിയതും താക്കീത് നൽകിയതും അത് തന്നെയാണ് തെറ്റിച്ചിട്ട് അങ്ങനത്തെയാണ് പറഞ്ഞും വെച്ച് സാധാരണക്കാർ ഇത് പൊക്കണ്ട, മഹാന്റെ പൊക്കിക്കോന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊളിക്കാൻ ഏൽപ്പിച്ച ഖബറൊക്കെ മഹാന്മാരുടേതായിരുന്നു, സാധാരണക്കാരുണ്ടായിരുന്നു. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഗൗരവത്തിൽ ഊന്നിയത്, വാക്കുകളിൽ ഉൾക്കൊള്ളിച്ചത് മഹാന്മാരെ ഖബറിനെ കുറിച്ച്. അതുകൊണ്ട് ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം എന്നാ പറഞ്ഞത്. ഓരോ നാട്ടിലെ ഓരോ കൂട്ടത്തിലെ മഹാന്മാരായ നബിമാരെ ഖബർ ഒരു പൊന്തിച്ചു എന്നാ പറഞ്ഞത്. മഹാന്റെ ഖബറിനെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വർത്താനം പറഞ്ഞത്. ഖബറിന് സ്ഥാനമുണ്ട്, ആ ഖബറുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാനുള്ള കർമ്മങ്ങളുണ്ട്, ആ ഖബറാളിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ആ ഖബറാളിക്ക് വേണ്ടി നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ സലാം പറയുന്നുണ്ട്, അതൊക്കെ ഉള്ളതാ. പക്ഷേ അവിടെ ചെന്ന് എൻ്റെ ഹാജത്ത് ഞാൻ പറഞ്ഞാൽ അത് ഷാഫി ഇമാമിൻ്റെ ചാരത്തായി കഴിഞ്ഞാൽ, അത് ഹസൻ റളിയല്ലാഹു അൻഹു ഹുസൈൻ റളിയല്ലാഹു അൻഹു ചാരത്ത് അങ്ങ് ഇറാഖിലേക്ക് പോയി കഴിഞ്ഞാൽ, അത് മദീനത്തെ മുറവ്വറയിൽ ചെന്ന് അള്ളാഹിൻ്റെ റസൂലിനെ ചാരത്തണിഞ്ഞാൽ ഞാൻ എൻ്റെ പെരീന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാളും അഫ്ദലും ഹൈറും ബറക്കാത്തും കൊഴുകും എന്ന് വിശ്വസിച്ചാൽ അത് തന്നെയാണ് ഈ പറയുന്ന റസൂൽ താക്കീത് ചെയ്ത അതേ കാര്യം. അതുകൊണ്ട് ഞാൻ ചില ഉദാഹരണങ്ങൾ വെച്ചിട്ടാണ് നിങ്ങളോട് സംസാരിച്ചിട്ടുള്ളത്. സലഫികളും സൂഫികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമുള്ള എല്ലാം കൂടി ഞാൻ അവിടെ ചർച്ചയ്ക്ക് എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞ ഒന്ന്, പ്രാർത്ഥിക്കുക അത് റബ്ബിനോട് മാത്രമാണ് എന്ന് സലഫിയാൾ പറഞ്ഞു. റബ്ബല്ലാത്ത മഹാന്മാരോട് പ്രാർത്ഥിക്കാം എന്ന് സൂഫിയാൾ പറഞ്ഞു. അതിൻ്റെ അഡ്രസ്സ് തപ്പി നോക്കുമ്പം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പാരമ്പര്യത്തിൽ സലഫിയാൾ പറഞ്ഞ മാതിരി അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കലേ ഉള്ളൂ. മറ്റെടുത്ത് മുശ്രിക്കീങ്ങളൊക്കെ പറഞ്ഞ മാതിരത്തെ വർത്താനാണ് റബ്ബല്ലാത്തവനോട് പ്രാർത്ഥിക്കാം, ഒരു നമ്മളെ ശുപാർശക്കാരാണ് എന്നത്. രണ്ടാമത് ഞാൻ പറഞ്ഞത് ജാറവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ആ ജാറം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കാൽ വിലക്കിയതാണ്. ആ വിലക്ക് ശാപമായിട്ട് അറിയിച്ചിട്ടുണ്ട്, അല്ലാത്ത ശൈലിയിൽ അറിയിച്ചിട്ടുണ്ട്. ആ പറയുന്ന കാര്യം പിന്നീട് അതേ അർത്ഥത്തിൽ തന്നെ മറ്റൊരു കോലത്തിൽ ഇവിടെ സൂഫികളും ഷിയാക്കളും അവതരിപ്പിച്ചു. അതിൽ മുസ്ലിം സമുദായം പെട്ടിട്ടുണ്ട്. അതാണ് രണ്ടാമത് ഞാൻ പറഞ്ഞ ഉദാഹരണം. മൂന്നാമത് ഞാൻ പറഞ്ഞ ഉദാഹരണം മാല മൗലിദുകളാണ്. കാരണം അത് മുസ്ലിങ്ങൾക്കൊരു ചിഹ്നമാണ്. മാല മൗലൂദുകളിൽ നിന്ന് വരികൾ അറിയാത്തവൻ ഓനെ മുസ്ലിമായി കൂട്ടാൻ പറ്റൂല എന്നുള്ളൊരു കോലത്തിലാണ്. ഒരു നിക്കാഹോ കാര്യങ്ങളോ കല്യാണ സദസ്സോ ഒരു ഹജ്ജിന് പോകുന്ന യാത്രയോ ഒരു പേരെടുക്കുന്ന യാത്രയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒരു കുത്തുബിയത്തിന്റെ സദസ്സ് ഇന്ന് കോമണാണ്. ആ കുത്തുബിയത്തിലുള്ളതോ ഈ പറയുന്ന മുഹയ്യിദ്ദീൻ ശൈഖിനെ വിളിച്ച് പ്രാർത്ഥിക്കലാണ്. അദ്ദേഹത്തിനെ കുറിച്ച് അള്ളാഹിന്റെ അപ്പുറത്തേക്കോ അള്ളാഹുവിന് തുല്യമായിട്ടോ മദ്ഹ് എന്ന പേരിൽ പിന്നെ അമിത പ്രശംസ നടത്തുന്ന രൂപമാണ്. ആ വരികൾക്ക് പ്രാധാന്യമുണ്ടെന്ന് പറയുന്നു. ഖുർആനിൽ സൂറത്തുൽ ദുഹ അറിയോ എന്ന് ചോദിച്ചാൽ കണ്ണുക്കോത്തുന്ന കുട്ടിക്ക് ഈ പറഞ്ഞ റാത്തീബിനെ കുറിച്ച് ധാരണയുണ്ട് എന്നതാണ് ഏറ്റവും വലിയ അവസ്ഥ. ചെറിയ കുട്ടികളോട് എനിക്ക് സൂറത്തുൽ ഇഖ്ലാസ് അറിയോ സൂറത്തുൽ ദുഹ അറിയോ എന്ന് ചോദിച്ചാൽ അങ്ങ് കണ്ണുക്കോക്കും. പക്ഷെ ആ കുട്ടികളെ സംബന്ധിച്ച് ഈ പറഞ്ഞ മാല മൗലൂദുകളും കാര്യങ്ങളും അതും അവർക്ക് അറിയാമെന്ന് പറയും. ഇപ്പം അത് ചിലപ്പോൾ ഒരു അതിശയോക്തിയായി എന്നും വരും. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ചിലപ്പോൾ അതും അറിയാത്ത ഒരു കാര്യമുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ചിലപ്പോൾ അതും അറിയില്ല ഇതും അറിയില്ല. പിന്നെ എന്താ അറിയില്ല, കുറേ സിനിമക്കാരെ പേരും കുറേ പിന്നെ പുതിയ പുതിയ ഗെയിമുകളുടെ പേരും ചിലപ്പം അതിൻ്റെ ഒക്കെ അപ്പുറത്ത് നമുക്കൊന്നും അറിയാത്ത കുറേ മഖ്ലൂക്കിൻ്റെ പേരൊക്കെയാണ് ഇപ്പോൾ ഓർക്ക് അറിയല്. മാല അറിയില്ല, മാലെങ്കിലും അറിയാമെന്നൊന്നും നമ്മൾ പറയില്ല. മാല അറിയണ്ട, ഇതറിഞ്ഞില്ലെങ്കിലും അതും അറിയണ്ട. പക്ഷേ ഇപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കിടക്കുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആന് സൈഡുക്കായി, നിസ്കാരങ്ങൾ സൈഡുക്കായി, അള്ളാഹിൻ്റെ റസൂല് പഠിപ്പിച്ച എണ്ണമറ്റ സുന്നത്തുകൾ സൈഡായി പോയി.
പകരം ഈ പറയുന്ന അനാചാരങ്ങളും ബിദ്അത്തുകളും തമ്മാടിത്തരങ്ങളും മുസ്ലിം ഉമ്മത്തിന്റെ വീടിന്റെയും നാടിന്റെയും ചിഹ്നമായി മാറി. അവിടെയാണ് ഈ പറയുന്ന കാര്യത്തിലൊരു നവീകരണം വേണം. ആ നവീകരണം യുക്തിവാദി ചെയ്ത നവീകരണമല്ല, മുഅ്തസിലത്ത് ആരോപിച്ച നവീകരണമല്ല, മറിച്ച് യഥാർത്ഥ പാരമ്പര്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു നവീകരണം വേണം. കാരണം ആ നവീകരണത്തിന് മുസ്ലിം സമുദായം അത്യാവശ്യക്കാരാണ്. അത്രയേറെ പ്രയാസത്തിലാണ് മുസ്ലിം സമുദായം ഇന്ന്. രാഷ്ട്രീയപരമായി, അതുപോലെ സാമ്പത്തികപരമായി, കുടുംബരംഗത്ത് എല്ലാം വലിയ വലിയ പ്രയാസത്തിൽ ഇന്ന് മുസ്ലിം ഉമ്മത്ത് എത്തിയിട്ടുണ്ട്. പരിഹാരം കയ്യിലുണ്ട്, പക്ഷെ പരിഹാരത്തിന്റെ ലോക്ക് തുറക്കാൻ വയ്യ. എന്താ ലോക്ക് തുറക്കാൻ പറ്റാത്തത്? ലോക്ക് തുറക്കാൻ പറ്റാത്ത കോലത്തിൽ അതിൻ്റെ മേലെ എച്ചിലും തുരുമ്പും ഒക്കെ പിന്നെ കെട്ടി ആകെ പെട്ടെടുക്കുകയാണ്. അതൊന്ന് തുറക്കണം എന്നുണ്ടെങ്കിൽ അള്ളാഹിലേക്ക് മടങ്ങണം. അള്ളാഹിലേക്ക് മടങ്ങാണ്ടേ അതിൽ നിന്ന് രക്ഷയില്ല. റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങി ആ റബ്ബിലേക്ക് ജീവിതം സമർപ്പിച്ച് അള്ളാഹുവിൽ കാര്യങ്ങൾ ഏൽപ്പിച്ച് റബ്ബിനോട് പറഞ്ഞ് റബ്ബിൻ്റെ പേരിൽ തുടങ്ങി ആ പറഞ്ഞ ഒന്നിലും ഒരു മഹാൻക്കും സ്ഥാനമില്ലാന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ച് നാവ് കൊണ്ട് പ്രഖ്യാപിച്ച് അങ്ങനെ റബ്ബിലേക്ക് ഏൽപ്പിച്ചിട്ടാണ്ട് ഇറങ്ങിയ ഏത് പൊട്ടാത്ത പെട്ടിയും പൊട്ടും, ഏത് കുടുക്കും തീരും. റബ്ബിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ അതിൻ്റെ ഏറ്റവും പ്രധാന ഘടകമാണ് റബ്ബിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കൽ. ആ റബ്ബിനെ സൂക്ഷിച്ച് ജീവിച്ച് റബ്ബിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് അള്ളാഹ്ക്ക് കൊടുക്കാളിൽ ഒരു കമ്മി വരുത്താതെ റബ്ബിന് മാത്രമായി കൊടുത്ത് ജീവിതം നമ്മൾ ക്രമപ്പെടുത്താൻ തയ്യാറായാൽ അള്ളാഹ് നമുക്ക് വഴി കാണിച്ചു തരും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. ഓൻ ഓർക്കാത്ത കോലത്തിൽ, ഓർക്കാപ്പുറത്ത് അഡിറ്ററിയില്ലേ, ഓർക്കാപ്പുറത്ത് സഹായം കിട്ടും. അവൻ കരുതാത്ത കോലത്തിൽ സഹായം കിട്ടും. ഞാൻ ഈ ആയത്ത് പറഞ്ഞപ്പം ഈ ആയത്ത് എവിടെയുള്ളതെന്നറിയോ? ഞാൻ അതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ. ഇത് സൂറത്ത് ത്വലാഖിലാണുള്ളത്. ഈ സൂറത്ത് ത്വലാഖിലാണ് ഈ ആയത്തുള്ളത്. തലാഖ് കാരണം നമ്മൾ കേട്ടിന്, കുടുംബം തെറ്റിയിട്ട് അവസാനം നടക്കുന്ന സംഗതിയാണ് ത്വലാഖ്. ഭാര്യയും ഭർത്താവും തെറ്റി, ഓളോടക്ക് പോയി, ഓൻ ഒറ്റക്കായി, കുറേ മസലത്ത് ചർച്ച അറിഞ്ഞ് ഒരു നൽക്കും ആവൂല എന്ന് പറഞ്ഞാൽ എന്നാൽ നീ കത്തുകൊടുത്താളി എന്ന് പറഞ്ഞ് പിരിയണ വർത്താനാണല്ലോ ത്വലാഖ്. വലിയ രസമില്ലാത്തൊരു സംഗതി. കുട്ടികൾ അനാഥരാവുന്ന, കുട്ടികൾ പിന്നെ ആശ്രയമില്ലാത്തവരായി മാറുന്ന, ഇനി അടുത്തൊരു ഭാവി ആ കുട്ടിയെക്കുറിച്ച് ആശങ്കപ്പെടുന്ന ഒരു വലിയ അപകടം. അതാണ് തലാഖ് പറഞ്ഞ റസൂലുള്ള പ്രോത്സാഹിപ്പിക്കാത്ത സാധനം, അള്ളാഹു സുബ്ഹാനഹു തആല ഭീഷണിപ്പെടുത്തി പറഞ്ഞ സാധനം. അതാണ് തലാഖ് പറഞ്ഞ. അപ്പോൾ ആ തലാഖിൻ്റെ വക്കെത്തിയെടുത്ത് ഇനിയിപ്പോൾ ഒരു മഹ്ലൂക്ക് ഓളോട് പറഞ്ഞിട്ട് ഓനോട് പറഞ്ഞിട്ട് വയങ്ങണില്ല എന്നറിയില്ലേ? ആര് പറഞ്ഞിട്ട് ഓലാണ് തയ്യാറാവണില്ല, ഒക്കണില്ല, ഓരാണ്ട് ചേരണില്ല, ഇനി നമ്മൾ ചേർത്തത് ഏച്ചൂട്ടും എന്ന് പറയില്ലേ? ആ പറഞ്ഞോടുത്ത് അള്ള പറഞ്ഞ വർത്താനാണ് അള്ളാനെ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ ഓളെ കൊണ്ട് കുടുങ്ങുന്നാണ് എൻ്റെ ഭാവിയെങ്കിൽ അള്ള കഴിച്ചിലായി തരും. അല്ല, ആൾക്കാരെ ഫസാദുമ പെട്ടതാണെങ്കിൽ അവൾ എൻ്റെ ജീവിതത്തിൽ വേണമെന്നാണോ, അള്ള നിനക്കതിനൊരു വഴി കാണിച്ചു തരും. ആരും ഒപ്പിച്ചിട്ട് ഒക്കാത്തതും അവരെ മനസ്സ് അള്ള ഇണക്കിക്കോളും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. ആ ഓർക്കാത്ത കോലത്തിൽ ഓൻക്ക് അതിൻ്റെ പരിഹാരം അള്ള കൊടുക്കും. ഓൻക്കുള്ള റിസ്ക് ഓളെ കൊണ്ടോ മറ്റൊരുത്തിനെ കൊണ്ടോ, ഞാൻ ഇവളാണ്ട് ഒഴിവാക്കി നിങ്ങൾക്ക് വേറെ പെണ്ണിട്ടോ, അല്ലെങ്കിൽ ഞാൻ ഓനാണ്ട് ഒഴിവാക്കി ഞാൻ ഇവിടെ മുടങ്ങിക്കെടുക്കോ എന്ന ടെൻഷൻ വേണ്ട. ഞാൻ ഹക്കിലാണോ തഖ്വയിലാണോ അള്ള എനിക്ക് വഴി കാണിച്ചിരുന്ന അള്ള പവറിൽ പറഞ്ഞു കൊടുത്ത ഏരിയ തന്നെ തലാക്കാണ്. ഇന്ന് സമാധാനം മൊത്തം നഷ്ടപ്പെടുന്ന ഒരു ഭാഗം കുടുംബജീവിതമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സംഗതി എല്ലാ പരിഹാരവും നമ്മളെ കയ്യിലുണ്ട്. അതിന് അള്ളാനെ ഏൽപ്പിക്കാൻ നമ്മൾ തയ്യാറാവണം. അതൊരു ഷെയ്ഖിനെ ഏൽപ്പിക്കരുത്, ഒരു മഖ്ലൂക്കിനെ ഏൽപ്പിക്കരുത്. അള്ളാൻ്റെ റസൂലിൻ്റെ പേര് പോലും അള്ളാനെ ആലോചിക്കുന്നിടത്ത് വരാൻ പാടില്ല. അള്ളാനെ മാത്രം ആലോചിക്കുക, റബ്ബിനെ മാത്രം അറിയുക, ആ റബ്ബിനെ മാത്രം ഏൽപ്പിക്കുക. ഏൽപ്പിക്കുമ്പോൾ ചില രീതികളും മട്ടങ്ങളൊക്കെ ഉണ്ട്, അവിടെ റസൂലിനെ അന്വേഷിക്കുക. എനിക്ക് തോന്നിയാൽ തവക്കുൽ ചെയ്യാൻ പറ്റൂലല്ലോ. ഇപ്പോൾ ഒരാൾ പിന്നെ തവക്കുൽ ചെയ്യാണ് ഒട്ടകത്തിന് കെട്ടിയിടാതെ, അപ്പോൾ റസൂലാണ് ജാതി കെട്ടിയിടേ എന്നിട്ട് തവക്കുൽ ചെയ്യേ. അള്ളാനെ ഏൽപ്പിക്കാറുമ്പോൾ ഉണ്ടാവുമല്ലോ പെര പൂട്ടാത്തൊരു തവക്കുൽ, അത് പറ്റൂല. അപ്പോൾ ഏത് കാര്യം ചെയ്യുമ്പോൾ ഞാൻ നിസ്കരിക്കുകയാണ് അറിയും, കേക്കോട്ടിയിൽ നിസ്കരിച്ചാൽ അത് പറ്റൂല. അപ്പോൾ ഈ ചെയ്യണ കാര്യം അള്ളാഹ്ക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു മട്ടും ഭാവവും രീതിയും കാര്യവും അതിന് നമ്മൾ റസൂലിനെ നോക്കും. അതാണ് മുഹമ്മദ് റസൂലുള്ളാ എന്ന് പറയുന്നത്. അവിടെ അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞീമലെ നിൽക്കും ചെയ്യും, അവിടെ വേറൊരാൾ നോക്കില്ല. ആ റസൂലിനെ നോക്കുക പറഞ്ഞാൽ പിന്നെ അവിടെ വേറൊരു ഉസ്താദിനെ ഇതിൻ്റെ അപ്പുറത്ത് നോക്കുക, അതുണ്ടാവില്ല.
റസൂല് പറഞ്ഞത് വ്യക്തമാക്കി തരാം ഉസ്താദിനെ നോക്കും. എന്നാൽ റസൂല് പറഞ്ഞുവെന്ന് ചോദിച്ചാൽ അതൊന്നും ഇല്ല മോനെ, എന്നാലും നല്ലതാണെന്ന് പറഞ്ഞൊരു ഉസ്താദിനെ നോക്കൂല. അതാണ് ഇപ്പം ഇതിൻ്റെ ഒരു എളുപ്പമുള്ള വഴി എന്ന് പറഞ്ഞാൽ. ഇതിലപ്പുറം ഒരു സങ്കീർണത ഒന്നും ഈ വിഷയത്തിൽ സലഫികൾക്കില്ല, ഒരു സ്വകാര്യതയും ഈ ആദർശത്തിൻ്റെ വിഷയത്തിൽ സലഫികൾക്കില്ല. കാരണം വളരെ എളുപ്പമാണ്. ഏത് നാടനും തിരിയുന്ന തൗഹീദാണ് അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞതെങ്കിൽ അതിനപ്പുറം ഒരു തൗഹീദ് സലഫിയക്ക് പറയാനില്ല. ഏത് നാടനും തിരിഞ്ഞൊരു ഇസ്ലാമും ആചാരവുമാണ് അള്ളാഹിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെങ്കിൽ അതിൻ്റെ അപ്പുറത്തൊരു സങ്കീർണതയുടെ ആചാരങ്ങളെക്കുറിച്ചോ സങ്കീർണതയുടെയും പ്രയാസത്തിൻ്റെയും മനുഷ്യൻ്റെ പ്രകൃതിക്ക് യോജിക്കാത്തൊരു ആചാരത്തെക്കുറിച്ചോ സലഫികൾക്കും പറയാനില്ല. എല്ലാം വളരെ കൃത്യമാണ്. എല്ലാം തുറന്നു വെക്കപ്പെട്ട രൂപത്തിൽ വിശുദ്ധ ഖുർആനിലുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലുണ്ട്. അത് പഠിപ്പിച്ചിട്ടുള്ള ധാരാളക്കണക്കിന് ആലിമീങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ആലിമികളുടെ സംസാരങ്ങൾ, അവരുടെ രചിച്ച പുസ്തകങ്ങൾ, അത് നമ്മൾ ചോദിച്ച് അന്വേഷിച്ച് കാര്യങ്ങൾ പഠിച്ചാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് മറക്കപ്പെട്ട ഹക്ക് നമുക്ക് ബോധ്യപ്പെടുന്ന അവസ്ഥയുണ്ടാകും. അതിന് പറ്റിയ നിങ്ങളുടെ നാട്ടിലേക്ക് വന്ന ഒരു സാഹചര്യമായിട്ടാണ് നാളത്തെ സദസ്സിനെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അറിഞ്ഞവർ അറിയാത്തവർക്ക് എത്തിച്ചു കൊടുക്കുക. ഈ ചോദിച്ചറിയാനുള്ള ഒരവസരം നിങ്ങളുടെ നാട്ടിലേക്ക് ഇങ്ങോട്ട് വന്നു. ശരിക്കും എന്താ വേണ്ടീന്? എനിക്ക് സംശയം, ഞാൻ അങ്ങോട്ട് പോണേന്. ആ സാധനമാണ് ഇപ്പം നിങ്ങളുടെ നാട്ടിലേക്ക് ഇങ്ങോട്ട് ഇവിടുത്തെ സംഘാടകരാൽ എത്തിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹക്ക് കൃത്യമായി മനസ്സിലാക്കാനുള്ള ഒരവസരമായി അള്ളാഹു ഈ വേദികളെ ഉപകരിക്കുന്ന വേദികളായി മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല ഹയാത്ത്, നിർഭയത്വമുള്ള സമാധാനമുള്ള തൗഹീദിൻ്റെ സന്തോഷത്തിൻ്റെ ഒരു ജീവിതവും കുടുംബജീവിതവും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين وصلى الله على نبينا محمد والحمد لله رب العالمين. السلام عليكم ورحمة الله.